ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിൽ മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു, അത് കേൾക്കാൻ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ ദിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരു അന്യപെണ്ണിന്റെ അടുത്തവൻ കടപ്പുറ പങ്കിടുമ്പോ അല്ലാഹ് അപ്പോൾ അവന്റെ ഈമാൻ ഊരി മാറ്റിക്കളയും. ഈമാനുള്ളവനത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നെക്കാളേറെ നിങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രഭാഷകനായത് കൊണ്ടത് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും നബിയെ. കേൾക്കുന്നവർക്ക് അതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചപ്പിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. വിഷം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിലെ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകനാരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നു പോയപ്പോ ഒരു പ്രാവശ്യം അവൻ പെട്ടെന്നൊന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു. പെടഞ്ഞു വീണിട്ട് അയാൾ എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ലോഡ്ജ് മുറിയിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ, സഹോദരങ്ങളെ, ചാവക്കാടുകാരൻ സാദിഖെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് വ്യഭിചാരത്തിൽ അവന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യത്തോടെ എത്തുന്നവരെ എപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ 10,000 പറ കണ്ടതും വെള്ളത്തിലാ. തടവാസ്താട് പറഞ്ഞതുപോലെ 10,000 പറ അമല് ചെയ്താലും അത് വെള്ളത്തിൽ എഴുതിയതുപോലെയാ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ലാ യസ്രിബു ശാരിബു ഹീന യസ്രിബു വഹുവ മുഅ്മിൻ. ഒരു കള്ളുകുടിയൻ കള്ളുകുടിക്കുമ്പോ ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ ആ സമയത്ത് കാഫിറാണ്. അവൻ ഈമാന്റെ ചൈതന്യമില്ല. ഈമാൻ ഒരു കുട പോലെ അവന്റെ തലയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരാള് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മദ്യപാനത്തിന്റെ ഇടയിലെങ്ങാനും മരിച്ചുപോയാ, മോനെ, സ്വർഗമുറപ്പാക്കിയതിന് നരകം വാങ്ങിക്കാണൊറ്റ സമയം മതി. ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം, ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം. ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാര് നാളെ പരലോകത്തിന്റെ അഭിമാനമല്ലേ? അഹമ്മദ് കബീറിന്റെ വാക്കിന്റെ അഭിമാനമല്ലേ? പട്ടച്ചാരായം വീടിന്റെ ഉമ്മറത്തിരുന്ന് കോരി കുടിച്ച
എത്രയോ ആളുകൾ ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നിറങ്ങാറ് ഈ വിനീതന്റെ വാക്ക് കേട്ട എത്രയോ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെയില്ലേ. പക്ഷേ പൊന്നുമോനെ, നിന്നെ പിശാചുക്കൾ മാടി വിളിക്കുമ്പോ, അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ക്രിസ്മസ് എത്താൻ തുടങ്ങി, ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ തിരുവനന്തപുരത്ത് തുറക്കുന്ന സൺഡി ബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതില് മുസ്ലിം പള്ളിയുടെ വാതിലാ. കാരണം 5 മണിക്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മുഅദ്ദിൻ വാതിൽ തുറന്നിട്ട് അകത്ത് കയറൂ. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതിൽ തുറക്കും എന്നാണ് അനുഭവസ്ഥവർ പറയുന്നത്. സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ്. എന്റെ കൽവിൽ തൊട്ടിട്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, എങ്ങാനും ആ സമയത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഇതെന്റെ വാണിങ് കൂടിയാണ്. പുതുവർഷത്തിലാണ് വ്യാജമദ്യം ഇറങ്ങുന്നത്. വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കള്ള് ഷാപ്പില് ചത്തുവീടുന്ന എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളില് ഒരൊറ്റ ഷാപ്പില് 141 പേരാണ് കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പോ മരിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യശ്രിബു ശാരിബു ഹീന യശ്രിബു വഹുവ മുഅ്മിൻ. അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും മരിച്ചുപോയാ പിന്നെ മോനെ, കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോൾ മരിച്ചില്ല, അന്ന് അല്ല ആയുസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ. ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലെങ്ങാനും നീ മരിച്ചുപോയാൽ, വീട്ടില് കള്ളു കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മമ്മാത മഗ്മൂസൽ ഖംരി സഖാഹുല്ലാഹു മിനൽ ഗൂത്ത്. ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ, മമ്മാത മഗ്മൂസൽ ഖംരി, ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ, അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കള്ളിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, സഖാഹുല്ലാഹു മിനൽ ഗൂത്ത്. അല്ലാഹു നാളെ അവനെ ഗൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാളെ അവനെ ഗൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ച്, നബിയേ മൽഗൂത്തത്തു യാ റസൂലല്ലാഹ്, മൽഗൂത്തത്തു യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഗൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, സഹാബാ ഹിയ നഹറുൻ തഖ്റുജു മിൻ ഫുറൂജി മുമിസാത്ത്. അഭിസാരികളായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് കൂത്ത്. നാളെ മദ്യപാനിക്കള്ള കൊടുക്കുന്നത് ഇത്രയും മോശമായ പാനീയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ വെച്ച് ഒരുമിച്ച് കൂടിയ നാം 2 കൂട്ടരും, ഞാനും നിങ്ങളും, ഒരു സാങ്കല്പികമായ യാത്ര പോകുന്നു എന്ന് കരുതുക. വളരെ സാങ്കല്പികമായ ഒരു യാത്ര. ആ യാത്രയിൽ ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതവുമായി, ജീവിതയാത്രയുമായി ഏറെ ബന്ധമുള്ള സമാനതയുള്ള മറ്റൊരു യാത്ര. നാം എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ കയറി. ആ വാഹനം വളരെ വിശാലമായ, നീണ്ടു നിവർന്നു കിടക്കുന്ന, അറ്റമില്ലാതെ കിടക്കുന്ന ഒരു ഒറ്റയടി പാതയിലൂടെ, ആ പാതയ്ക്ക് വഴിവുകളില്ല, പിരിവുകളില്ല, ശാഖകളില്ല, ഒന്നുമില്ല, നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ഒറ്റയടി പാതയിലൂടെ ആ യാത്ര അഭംഗുരം മുമ്പോട്ട് പോകുന്നു. ഈ സദസ്സിൽ കണ്ടുമുട്ടിയ ഞാനും നിങ്ങളുമെല്ലാം ഉണ്ട്. നമ്മുടെ വാഹനം നീണ്ടു നിവർന്നു കിടക്കുന്ന ആ റോഡിലൂടെ അങ്ങ് നേരെ പോവുകയാണ്. കുറെ ഏറെ ദൂരം താണ്ടി നാം കുറെ ഏറെ ദൂരം സഞ്ചരിച്ചു. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവസാനം കുറെ ഏറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നാം എത്തിച്ചെന്ന് നിന്ന ആ വഴി അവിടെ വെച്ച് 2ആയി പിരിയുന്നു. ഒന്ന് ഇടതു ഭാഗത്തേക്ക്, മറ്റൊന്ന് വലതു ഭാഗത്തേക്ക്. നമ്മളെല്ലാവരും നമ്മുടെ വാഹനത്തിലിരുന്ന് സ്വാഭാവികമായി നേരെ പോകുന്ന ഒരു വഴി 2ആയിട്ട് പിരിയുമ്പോൾ ഈ 2 വഴിയും പോകുന്നത് എവിടേക്കാണ്, ഇത് എവിടെയാണ് ചെന്നെത്തുക എന്നൊരു ആരോ മാർക്കിട്ട് സാധാരണയായി നമ്മുടെയൊക്കെ നാടുകളിൽ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ സ്റ്റാച്യുവിൽ പോയാൽ, അല്ലെങ്കിൽ PMG ജംഗ്ഷനിൽ പോയാൽ, വലത്തോട്ട് പോയാൽ മ്യൂസിയം,
ഇടത്തോട്ട് പോയാൽ പട്ടം വഴി പോകും. ഇങ്ങനെ ഒരു ആരോ മാർക്ക് എഴുതി 2 സ്ഥലത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടാവും. സ്വാഭാവികമായി നമ്മൾ എത്തിച്ചേർന്ന ഈ 4 കവല ഇടത്തോട്ടും വലത്തോട്ടും വഴി പിരിയുമ്പോൾ നാം അവിടെ ചെന്ന് നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നറിയാൻ ആ ആരോ മാർക്ക് നാം ഒന്ന് നോക്കിയപ്പോൾ ഇടത്തോട്ടും ഒരു വഴി പോകുന്നു, വലത്തോട്ടും ഒരു വഴി പോകുന്നു. അതിന്റെ ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഇതിലെ പോയാൽ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേര് ഇതാണ്. പക്ഷെ ആ പേരൊക്കെ ഞാൻ അവസാനം പറയാം. വലത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഇതിലെ സഞ്ചരിച്ചാൽ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേര് ഇതാണ്. പക്ഷെ അസാധാരണമാം വിധം നാം എത്തിച്ചേർന്ന സ്ഥലത്ത് ആ ആരോ മാർക്കിന്റെ താഴെ ഈ കടന്നു പോകുന്ന സഞ്ചരിക്കേണ്ട വഴിയുടെ ചില പ്രത്യേകതകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ നാം എല്ലാവരും വായിച്ചു നോക്കിയപ്പോൾ ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇടതേ ഭാഗത്തുള്ള ആരോ മാർക്കിന്റെ താഴെ ഇതിലെ പോയാൽ ഈ വഴി വളരെ സുന്ദരമായ പാതയാണ്. കുണ്ടുകളില്ല, കുഴികളില്ല, യാതൊരുവിധ ദുർഘടമായ പ്രശ്നങ്ങളൊന്നുമില്ല. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വാഹനത്തിൽ ചാരിക്കടന്ന് മനസ്സും ശരീരവും ആഗ്രഹിക്കുന്നതെല്ലാം കുടിച്ചും തിന്നും മതിച്ചും രസിച്ചും അതിലൂടെ സഞ്ചരിക്കാം. ഈ വഴിയിലൂടെ പോയാൽ ഏറ്റവും സുന്ദരമായ പാത, കുണ്ടുകളില്ല, കുഴിവുകളില്ല. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. വളരെ സുന്ദരവും സുലഭവുമായി ആരും ചോദ്യം ചെയ്യാനില്ല, ഒന്നും ബാധകമല്ല. ഈ വഴിയിലൂടെ പോയാൽ നിയമപാലകരില്ല, നിയമങ്ങൾ ബാധകമല്ല. നാം ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം തുള്ളിക്കളിച്ച് നമുക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാം. പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര സന്തോഷത്തോടെ ആഗ്രഹത്തോടെ എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് ഇതിലൂടെ പോകാൻ കഴിയുമെങ്കിലും ഈ പാത ചെന്നെത്തുന്ന സ്ഥലം ഒരു അഗാധമായ കുഴിയിലേക്കാണ് ഈ പാത ചെന്നെത്തുക. എങ്ങാനും അതിലെങ്ങാനും പോയി വീണു പോയാൽ നാഗങ്ങളും വിഷം ചീറ്റുന്ന നാഗങ്ങളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും ഹിംസ്ര ജന്തുക്കളും വിഹരിക്കുന്ന ഒരു വലിയ അഗാധമായ പടുകുഴിയിലേക്കാണ് ഈ പാത ചെന്നെത്തുന്നത്. അറിയാതെ എങ്ങാനും വീണുപോയാൽ പിന്നീട് അവിടെ നിന്ന് തിരിച്ച് എഴുന്നേറ്റ് വരൽ സാധ്യമല്ല. എങ്ങാനും വീണുപോയാൽ പിന്നീട് എഴുന്നേറ്റതിൽ നിന്ന് തിരിച്ചു വരൽ സുസാധ്യമല്ല. നാം ആ ബോർഡ് വായിച്ചു. ആ യാത്രയിൽ ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്, എല്ലാ ആളുകളുമുണ്ട്. സുധീർ ഭായി ഉണ്ട്, സൈബുദ്ദീൻ ആചേണ്ടി ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ട്, സർവ്വ ആളുകളുണ്ട്. നമ്മളെല്ലാവരും ഞാനും അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ യാത്ര സഫലമാക്കട്ടെ. അള്ളാഹു നമ്മുടെ യാത്ര സഫലമാക്കട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുത്താൽ അതിന്റെ താഴെ കാണും വിഷ് യു എ ഹാപ്പി ജേർണി. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റിന്റെ താഴെ എപ്പോഴും ഉണ്ടാകാം വിഷ് യു എ ഹാപ്പി ജേർണി. നിങ്ങൾക്കൊരു സന്തോഷകരമായ യാത്ര ഞങ്ങൾ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര നാളെ അവസാനിക്കുമ്പോൾ അള്ളാഹു ഈ യാത്ര ഏറ്റവും നല്ല ശുഭകരമായ ഒരു അന്ത്യം കുറിക്കുന്ന യാത്രയെ അള്ളാഹു സ്വീകരിക്കട്ടെ. വലതുഭാഗത്തെ ബോട്ട് നോക്കിയപ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് എഴുതിയിരിക്കുന്നു ഇതിലെ പോയാൽ വളരെ ദുർഘടമായ പാത, കുണ്ടുകളും കുഴികളും നിറഞ്ഞ പാത. അതിലെ സഞ്ചരിച്ചാൽ ശരീരവും മനസ്സും വല്ലാതെ ഉലഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടല്ലാതെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അതിലെ പോയാൽ ഏറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതിലെയുള്ള പാത വളരെ സുഗമമല്ല, പരുപരുത്ത കല്ലുകളും മുള്ളുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാത. പക്ഷെ അതിലെ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. മനസ്സും ശരീരവും എന്താഗ്രഹിച്ചാലും അതിനെയെല്ലാം അടിച്ചമർത്തി ഇഷ്ടങ്ങളോടെല്ലാം പൊരുതിയിട്ടല്ലാതെ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. മനസ്സും ശരീരവും നല്ല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാൽ മാത്രമേ ആ റോഡിലൂടെ പോകാൻ കഴിയൂ. പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇഷ്ടമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാതെ മനസ്സ് ശരീരമൊക്കെ കഷ്ടപ്പെട്ട് ഈ വലതുഭാഗത്തുള്ള പാതയിലൂടെ യാത്ര ചെയ്താൽ പക്ഷേ ഈ ദുർഘടമായ പാത ചെന്നെത്തുന്ന സ്ഥലം ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ, ഇതിന്റെ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഒരൊറ്റ പ്രാവശ്യം കണ്ടാൽ ആ ഒരൊറ്റ ദർശനം കൊണ്ട് അസ്വസ്ഥ ബാധിതമായ മനസ്സിന്റെ എല്ലാ ചിന്തകളും വിട്ടൊഴിഞ്ഞ് ഇതേവരെ കടന്നു വന്ന് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും ഒരൊറ്റ നോട്ടം കൊണ്ട് മറന്നു പോകുന്ന നയനാനന്ദകരമായ രമ്യഹർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മന്ദമാരുതന്റെ തലോടലിട്ട് തത്തിക്കളിക്കുന്ന പൂവുകളും ഉദ്യാനങ്ങളും അതിന്റെ താഴ്ഭാഗത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസ് പോലെ തടം തല്ലി തൊടുകുന്ന കൊച്ചരുവികളും ആ കൊച്ചരുവികളുടെ പ്രാന്തപ്രദേശങ്ങളിലായി കായ്ച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും റുമ്മാൻ പഴങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സുന്ദരമായ പൂവാടിയിലേക്ക്, ഒരു പുഷ്പോദ്യാനത്തിലേക്കാണ് കടന്നു ചെല്ലുക.
അവിടെ എത്തുമ്പോളെ ഇതേവരെ കഷ്ടപ്പാടുകൾ സഹിച്ചതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നു പോകും. അത്രയും സുന്ദരമായ ഒരു ഉദ്യാനത്തിലാണ് നിങ്ങൾ ചെന്നെത്തുക. 2 ബോർഡ് നമ്മൾ വായിച്ച്, ഞാനുമുണ്ട് നിങ്ങളുമുണ്ട്, നമ്മളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്യാനായിരിക്കും തീരുമാനിക്കുക? ചോദ്യം സുലൈമാൻ സ്ട്രീറ്റിൽ ഇവിടെ എത്തിയ ആളുകളോടാണ്, നിങ്ങളോടാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടാണ് വിഷയം. ആദ്യം നരകം പറയണോ പിന്നെ സ്വർഗം പറയുമോ തീരുമാനിക്കുക. എങ്ങോട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുക? സ്വർഗവും നരകമൊക്കെ വരട്ടെ, ഞാൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഏത് ഭാഗത്തോടെ പോകാനായിരിക്കും നമുക്ക് എടുക്കും? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വലത്തോട്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരെ? വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ. വലത്തോട്ടാണെന്ന് പെട്ടെന്ന് പറയാം, പക്ഷെ അതിലെ സഞ്ചരിച്ചാൽ വളരെ ദുർഘടമായ പാത. ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അതിലെ പോയാൽ ധാരാളം നിയമങ്ങളുണ്ട്, നിരോധനങ്ങളുണ്ട്, ഹലാലുകളുണ്ട്, ഹറാമുകളുണ്ട്, മുബാഹുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാലല്ലാതെ അതിലെ നടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ടേ പറയാവൂ. അങ്ങനെ തന്നെയാണല്ലോ സഹോദരിമാരും, അങ്ങനെ തന്നെ. പക്ഷെ അതിലെ പോയാൽ പർദ്ദയിടണം, തലമറയ്ക്കണം, റഷ്യ സർക്കസ് കാണാൻ പറ്റൂല, കാർണിവലിന് പോകാൻ പറ്റൂല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശരി, അള്ളാഹു നമ്മുടെ യാത്ര വലത്തേക്ക് തന്നെ ആക്കട്ടെ. സഹോദരങ്ങളെ, ഇടത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. വലതുഭാഗത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര അല്ലാഹു സ്വർഗത്തിൽ സമാപിപ്പിക്കട്ടെ. ആദ്യമായി വള്ളക്കടവിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മളൊരു യാത്രയിൽ പങ്കാളികളാവുകയാണ്. സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അവൻ പിശുക്കനാണോ അതല്ല നല്ലവനാണോ എന്ന് മനസ്സിലാകുക യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ വള്ളക്കടവിൽ ആദ്യമായി ഞാൻ കാലുകുത്തുമ്പോൾ നമുക്കൊരു യാത്രയിലേക്ക് പോകാം. ആ യാത്ര അവസാനിക്കുമ്പോൾ അള്ളാഹു ഒരു നല്ല യാത്രയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നമുക്ക് ഇടത്തോട്ടൊന്ന് പോയി നോക്കാം. പോയിട്ട് അവിടെ കൊള്ളത്തില്ലെങ്കിൽ, അതല്ല നമുക്കത് കഴിയുന്നില്ലെങ്കിൽ പയ്യെ നമ്മുടെ വാഹനം തിരിച്ചുവിടാൻ നമുക്ക് വലത്തോട്ട് പോകാം. ഇന്ന് നമുക്ക് പയ്യെ ഒന്ന് ഇടത്തോട്ട് പോയി നോക്കാം. ഒന്ന് എത്തി നോക്കണമല്ലോ, എന്നാലല്ലേ അറിയാവൂ. നമ്മൾ സാധാരണ നല്ല സാഹസികരാണ്. ഒന്ന് പോയി നോക്കാം. അത് നമുക്ക് കഴിയില്ല എങ്കിൽ, അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ, അത് താങ്ങാൻ കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലത്തോട്ട് തിരിച്ചു വരാം നാളെ. ഇന്ന് നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. പോരെ ഞാൻ സാധാരണയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാടൻ സംഭാഷണം പോലെ ഞാൻ എന്റെ വിഷയത്തിന് ആമുഖമായി പറഞ്ഞ ഈ വാക്ക് സാധാരണയായി ഒരാൾ പറയുന്ന ഒരു നാടൻ ഭാഷ പോലെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഇത്രയും നേരം നാം ഒരു ജീവിതത്തിന്റെ സാങ്കല്പികമായ യാത്രയുടെ കഥാകഥനങ്ങൾ പറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടുള്ള പാത പറഞ്ഞ ഈ നാടൻ ചിന്താശകലം യഥാർത്ഥത്തിൽ ഇതൊരു നാടൻ വാക്കുകളല്ല. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് ഏതെങ്കിലും ഒരു നാടൻ വാക്കുകളല്ല. ഇതാരാണെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി ലജനാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഇടയനില്ലാത്ത ആട്ടിൻപെട്ടത്തെ പോലെ അബദ്ധസഞ്ചാരം ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഭൗതികമായ ജീവിതത്തിന്റെ പച്ചത്തിളപ്പിന് മുമ്പിൽ എന്തിനൊക്കെയോ ജീവിച്ചു പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, ആ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ലക്ഷ്യബോധം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത 114 അധ്യായങ്ങൾ അടങ്ങുന്ന ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹം മുഴുവനെ നരകത്തിന്റെ ഭാഗത്തേക്ക് ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുമ്പോ ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു സൽപാന്താവ് വെട്ടിത്തുറന്നു കൊടുക്കുന്നത് എന്നറിയാൻ ജബലന്നൂർ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് താഴെയിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നു കൊണ്ട് പ്രവാചകൻ കഅബയെ നോക്കിയിരിക്കുമ്പോ അള്ളാന്റെ റസൂൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നാൽ ഹിറാ ഗുഹയുടെ പ്രത്യേകത ഇപ്പോഴും ഹിറയിലിരുന്നിട്ട് മുമ്പോട്ട് നോക്കിയാൽ നേരെ കഅബയെ കാണാം.
കഅബാലയത്തിന്റെ മത്താഫിന്റെ മുകളിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, എവിടേക്ക് പോകണമെന്നറിയാതെ ആട്ടിൻപറ്റത്തെ പോലെ നടന്നുപോയ തന്റെ ജനതയെ നോക്കി ദുഃഖനിമഗ്നനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഈ സമൂഹത്തെ മുഴുവനും സ്വർഗത്തിന്റെ രാജപാതയിലോട്ട് കടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6666 പരം വരുന്ന സൂക്തങ്ങളിൽ 114 അധ്യായങ്ങളിൽപ്പെട്ട ഒരേ ഒരു അധ്യായമായ സൂറത്ത് ദുഹർ. ആ സൂറത്ത് ദഹറിലെ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഇതേവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതും ഈ യാത്രയും ഈ ബോട്ടും ഈ ആരോ മാർക്കുമെന്നും എന്റെ വാക്കുകളല്ല, അതൊരു നാടൻ ഭാഷയല്ല, അതെന്റെ ഏതെങ്കിലും ഒരു സരസമായ ഭാവനയല്ല. ഇത്രയും നേരെ 20 മിനിറ്റോളം നിങ്ങളോട് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതേപോലെ എവിടേക്ക് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ നരകത്തിന്റെ പാത തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തിനോട് സ്വർഗത്തിന്റെ രാജപാത വെട്ടിത്തെളിച്ചു കൊടുത്ത ഖുർആൻ പറഞ്ഞ സൂറത്ത് ദഹറിലെ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സൂറത്ത് ദഹർ ഓതി നോക്കുക. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു സൂറത്ത് ദഹർ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന, കെട്ടിപ്പിടിച്ചാൽ എട്ടിപ്പിടിക്കുന്ന ഒരു രേതസ്കണത്തിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യ നിനക്കൊരു ഭൂതകാലമില്ലയോ? ഏത് ഭൂതകാലമെന്നറിയുമോ? അള്ളാഹു നിന്നെ ഒരു രേതസ്കണത്തിൽ നിന്ന് പടച്ചെടുത്ത ശൂന്യതയുടെ കാലം അള്ളാഹു നമ്മളെ ഭൂലോകത്തേക്ക് പടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ യാത്ര നമ്മൾ തുടങ്ങുകയാണ്, ജീവിതത്തിന്റെ യാത്ര. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന്, പിതാവിന്റെ മുതുകിലെ രേതസ്കണത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്ന് അവിടുത്തെ 9 മാസത്തെ ജീവിതം കഴിഞ്ഞ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭയവിഹ്വലതയോടെ പൊട്ടിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞായി ഭൂലോകത്തേക്ക് വന്നു. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചില്ലയോ ഭൂമിയിലേക്ക്? സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ഒറ്റയടി പാതയിലൂടെ നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒറ്റയടി പാത, ശാഖകളില്ല, പിരിവുകളില്ല, എവിടേക്കും നോക്കേണ്ട കാര്യമില്ല. ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോ ആ ഒറ്റയടി പാതയാണ് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലം. പ്രായപൂർത്തിയാകുന്നത് വരെ അവന് ഹലാലുകളില്ല, ഹറാമുകളില്ല, മുബാഹുകളില്ല, ഫർളുകളില്ല, സുന്നത്തുകളില്ല. അല്ലാഹ് പറയുകയാണ്, നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു, വബസീറ നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു, വസമിയ നിനക്ക് കേൾക്കാനുള്ള ശക്തിയും തന്നു. സത്യവും അസത്യവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, സത്യാസത്യ വ്യവച്ഛേദനത്തിനും ധർമാധർമ്മ വ്യതിരക്തതയ്ക്കും നിന്റെ ഹൃദയം ഭാഗമാകുമ്പോ, ഇപ്പോൾ നീ കൊച്ചുകുട്ടിയല്ല, നീ പ്രായപൂർത്തിയായി. തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ നിനക്കൊരു പാകതയെത്തുമ്പോ അല്ലാഹ് പറയുന്നു, നിന്റെ പാത 2 പിരിയുകയാണ്. ഇന്നാ ഹദൈനാഹു സബീൽ. ഇതാ നിന്റെ മുമ്പിൽ 2 വഴി ഞാൻ വെട്ടി തുറക്കുന്നു. ഏത് വഴി എന്നറിയുമോ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് അസത്യത്തിന്റെ പാത. അല്ലാഹ് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ 2 പാതയുണ്ട്, ഇതിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാം. അല്ലാഹ് പറയുന്നു, 2 പാത നിന്റെ മുമ്പിലുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. 2 വഴികൾ, ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് സത്യത്തിന്റെ പാത. ഒന്ന് ധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് അധർമ്മത്തിന്റെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് തമസിന്റെ പാത, മറ്റൊന്ന് ജ്യോതിസിന്റെ പാത. ഒന്ന് പകലിന്റെ പാത, മറ്റൊന്ന് രാത്രിയുടെ പാത. ഒന്ന് ഹക്കിന്റെ പാത, മറ്റൊന്ന് ബാത്തിലിന്റെ പാത. ഒന്ന് സുന്നത്തിന്റെ പാത, മറ്റൊന്ന് ബിദഅത്തിന്റെ പാത. ഒന്ന് ഇസ്ലാമിന്റെ പാത, മറ്റൊന്ന് കുഫറിന്റെ പാത. അല്ലാഹ് പറയുന്നു, ഫഹദൈനാഹു നജ്ദൈൻ. നിന്റെ മുമ്പിൽ 2 പാതയും കിടക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കാനെത്തിയവര് എവിടേക്ക് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവന് ബുദ്ധിയുള്ള മനുഷ്യനാണ്. എവിടേക്കും പോകാം. ഇടത്തോട്ട് സഞ്ചരിച്ചാൽ പാത
സുഗമമാണ്. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് കിടക്കാം, ഇഷ്ടമുള്ളിടത്ത് കിടന്നിറങ്ങാം. പക്ഷേ ചെല്ലുന്നത് എവിടെയാ? കുൽനാറു ജഹന്നമ അസദ് ഹറാ. കത്തിക്കാളുന്നൊരു വലിയ തീക്കുണ്ടത്തിലേക്കാണ് നീ പോവുക. അവിടെ കിടന്നിട്ട് ചിറക് കരിഞ്ഞു പോയ ഈ അമ്പാട്ടയെ പോലെ നീ കത്തിക്കരിഞ്ഞ് നിലവിളിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മുമ്പിൽ രണ്ട് പാത സുവ്യക്തമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യർ സഞ്ചരിക്കുന്നത് ഈ രണ്ട് പാതയിലൂടെയാണ്. ഇഷ്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കാം, അള്ളാഹ് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ നീ ഇടത്തോട്ട് പോയി എന്ന് വിചാരിച്ച് അപ്പ തലയിൽ വലിയ പേമാരി പെയ്ത് അപ്പ ചത്ത് ഭൂമിയിൽ വീഴത്തൊന്നുമില്ല. നീ ഇടത്തെ പാത തരുന്ന നരകത്തിന്റെ പാതയിലൂടെ പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് ആ സമയത്ത് തന്നെ ചത്തൊടുങ്ങി ഭൂമിയിൽ വീടില്ല. അള്ളാഹ് അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യില്ല. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എവിടെ എത്തണം? സ്വർഗത്തിലെത്തണോ? സ്വർഗം. അള്ളാഹു നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്കതാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും അവസാനത്തെ വാക്കേതാണ്. എല്ലാം സഹിക്കുമ്പോഴും എല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അള്ളാഹു നമ്മളെ കൈവിടില്ല, അവൻ നാളെ സ്വർഗം തരാതിരിക്കില്ല. ആ ഒരു വിശ്വാസമാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ എന്ത് ജീവിതം? അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്താകെ തുകയാണുള്ളത്? ഒരു തുകയുമില്ല. ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതത്തിന് ക്ഷണികപ്രഭാചഞ്ചലം ഈ ജീവിതത്തിന്റെ ഈ ക്ഷണികമായ യാത്രയിൽ ഏറ്റവും അവസാനത്തെ വാക്ക് അള്ളാഹ് സ്വർഗം നൽകുമെന്ന വാക്കാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ ഇതേപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു എത്തിച്ചു ചേർക്കട്ടെ. പക്ഷേ ഇടതുഭാഗത്തോട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്കുള്ള യാത്ര നാളെയാണ്. ഇന്ന് തൽക്കാലം നമ്മൾ ഇടത്തോട്ടൊന്ന് പോയി എത്തി നോക്കുകയാണ്. പക്ഷെ എത്തി നോക്കാൻ കഴിയുമോ? നരകം. എന്താ നരകം? നരകം എത്ര ഭയാനകരം എന്നൊരു കാസറ്റ് കേൾക്കാത്തവരിന് ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടതാണ്. അപ്പോൾ നരകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താ നരകം? ആ നരകത്തിൽ പോയി നമുക്കൊന്ന് എത്തി നോക്കാം, അല്ലേ? എത്തി നോക്കാൻ പറ്റുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകന് പോലും കഴിഞ്ഞില്ല നരകത്തിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് നിൽക്കാൻ. സഹോദരങ്ങളെ, എന്താണ് നരകം? ലോകത്തിന്റെ മുഴുവനും കാരണദൂതരായ എന്റെയും നിങ്ങളുടെയും നേതാവ് ഫഹ്മീ വസലി വാഖിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു, ഞാനൊരിക്കൽ മേറാജിന്റെ യാത്ര പോയപ്പോ അള്ളാഹു എനിക്ക് സ്വർഗവും കാണിച്ചു തന്നു, നരകവും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് നമ്മൾ അവിടേക്കൊന്ന് എത്തി നോക്കുക? അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു എനിക്ക് ആദ്യം കാണിച്ചു തന്നത് സ്വർഗമാണ്. ആ സ്വർഗം ഞാൻ കണ്ടപ്പോ, സ്വർഗത്തിലെ പടവർഗങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലെ ഒരു മുന്തിരി കുല പറിക്കാൻ ഞാൻ എന്റെ വിരലുകൾ നീട്ടി. ലോകത്തിന്റെ തിരുദൂതര് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറയുകയാണ്, സ്വർഗം കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ മധുരപാനീയങ്ങൾ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് ആമുഖമില്ലാതെ കടക്കുകയാണ്. അതിലെ ഒരു മുന്തിരിക്കുല പറിക്കാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി. എന്നിട്ട് ഞാൻ ആ മുന്തിരിക്കുല പറിക്കാൻ പോയപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, വേണ്ട നബിയേ, അതിവിടെ നിന്ന് കൊയ്തെടുക്കണ്ട. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് അത്ഭുതത്തോടെ സ്വർഗത്തിന്റെ അനുഭൂതി കേട്ടിരുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ, ആ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല ഞാൻ പറിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ അനുയായികൾ മുഴുവനും ഇന്ന് ഭൂമിയിലിരുന്ന് തിന്നു തീർത്താലും ആ സ്വർഗത്തിന്റെ ഒരു മുന്തിരിക്കുലയിലെ പഴങ്ങൾ തീർക്കാൻ കഴിയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഞാനതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഇത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു അത്രേ. എന്നാലും നബിയെ, അതൊന്ന് രുചിക്കാൻ ഞങ്ങൾ
അവർക്ക് കഴിഞ്ഞില്ലല്ലോ നബിയേ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തിന്റെ സങ്കടം. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ കണ്ടത് നരകമാണ്. ആ നരകത്തെ ഞാൻ അതിന്റെ അടുക്കലേക്ക് എന്നെ മലക്ക് കൊണ്ടുപോയി, ജിബ്രീൽ എന്നെ കൊണ്ടുപോയി നരകത്തിന്റെ ഭാഗത്തേക്ക്. ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു, ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു, ആ നരകത്തിന്റെ തീനാളങ്ങൾ ഞാൻ കണ്ടു. നരകത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളെ, എന്താ നരകം? ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ പെട്ടെന്ന് നരകത്തിലേക്ക് കടന്നു വന്നത് എന്താണ്? ഇതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല. അങ്ങനെ നിങ്ങൾ ആരും കരുതി പോകരുത്. ആകാശമണ്ഡലത്തിന്റെ എവിടെയോ അള്ളാഹു നമ്മളെ വലിച്ചെറിയാനുള്ള വെറും കത്തിക്കപ്പെട്ട ഒരു അഗ്നികുണ്ഡമല്ല. ആ നരകത്തെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നത് ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. അലമുറയിടയുകയും കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന എന്റെ ശബ്ദങ്ങൾ കാണത്തിയ പ്രിയപ്പെട്ട സഹോദര, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പെട്ടെന്ന് വിഷയത്തിലോട്ട് കടന്നത്. ഇല്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും നീട്ടേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് നരകം എന്തെന്നറിയോ? ആ നരകം കരയാൻ കഴിയുന്ന, അട്ടഹസിക്കാൻ കഴിയുന്ന, പൊട്ടിക്കരയുന്ന മനുഷ്യനെ പോലെ പൊട്ടിക്കരയുന്ന ഒന്നാണ് നരകമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഇതാര് പറഞ്ഞതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞതാ. അള്ളാഹുവിന്റെ ഖുർആൻ നരകത്തെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമീഉ ലഹാ തഗയ്യുദൻ വസഫീറാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിന്റെ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ, ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, നരകം ജീവിതത്തിൽ അവകാശപ്പെട്ടവർ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തെ അവർ അങ്ങകര വിദൂരത്ത് നിന്ന് കാണുമ്പോ, നരകത്തിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴല്ല, നരകത്തിന്റെ സാമീപ്യത്തിലെത്തുമ്പോഴല്ല, ഇതാ അങ്ങകലെ നിന്നേ നരകത്തെ അവര് കാണുമ്പോ, നരകം നോക്കുമ്പോൾ തന്നിലേക്ക് വരാനുള്ള മനുഷ്യര് നടന്ന് നടന്ന് മഹിശറയിലൂടെ വരുന്നത് കാണുമ്പോ ആ സമയത്ത് നരകം എന്ത് ചെയ്യുമെന്നറിയുമോ? ഇതാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമീഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ആ നരകം കടന്ന് നിലവിളിക്കാൻ തുടങ്ങും, നരകം അട്ടഹസിക്കാൻ തുടങ്ങും. എടാ ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ജീവനുള്ള ഒരു സിട്ടിപ്പായിട്ടാണ് അല്ലാഹു നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ആ നരകത്തിന്റെ 70 മൈലുകൾ അപ്പുറം നിൽക്കുമ്പോ നരകവാസികൾ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, എങ്ങനെയാ നരകത്തെ കുറിച്ച് പറയുകയാ? എങ്ങനെയാ നരകത്തെ കുറിച്ച് ഓർക്കുക? അള്ളാന്റെ റസൂല് പറഞ്ഞ്, രാവിലെയും വൈകുന്നേരവും, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം കടന്ന് അട്ടഹസിക്കും. എനിക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരെവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? നരകമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ജീവിയെ പോലെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനല്ലേ പറഞ്ഞത്. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ലിജഹന്നമ, നാളെ പരലോകത്ത് നരകാവാസികളെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അല്ലാഹു നരകത്തോട് ചോദിക്കും, അല്ലാഹു നരകത്തോട് ചോദിക്കും, ഏതൊരു തമ്പുരാനാണോ നരകത്തെ പടച്ചത് ആ തമ്പുരാൻ നരകത്തോട് ചോദിക്കും, ഓ നരകമേ, ഹലിം തലഅതി, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ? നിന്റെ വള്ള നിറഞ്ഞോ നരകമേ? ആ സമയത്ത് നരകം മറുപടി പറയും, അല്ലാഹുവേ, ഹൽ മിൻ മസീദ്, നിറഞ്ഞില്ല അല്ലാഹുവേ, ഇനിയും ഉണ്ടെങ്കിൽ എന്റെ പള്ളയിലോട്ട് കോരിയിട്ടോ. ഒരിക്കലും നിറയാത്ത പള്ള നരകത്തിന്റെ പള്ളയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രാവിലെയും വൈകുന്നേരം നരകമട്ടഹസിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇതേ ആളുകൾ ചെല്ലുമ്പോ 70 മൈൽ അകലെ നിന്നുകൊണ്ട് നരകമട്ടഹസിക്കുമ്പോ, ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറയുമ്പോ ഈ നരകത്തിന്റെ അട്ടഹാസം കേൾക്കാത്ത യുവാക്കളെ, എങ്ങനെയാണ് കള്ളു കുടിക്കാൻ കഴിയുന്നത്?
കഴിയുന്നത്? എങ്ങനെയാണ് വ്യഭിചരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് വട്ടിപ്പലിശ മേടിക്കാൻ കഴിയുന്നത്? ഈ ഭൂലോകത്തിന് മുകളിൽ ഒരു ശപിക്കപ്പെട്ട ജന്മമായി മാറുന്നത്. നിന്നെ ഓർത്തിട്ട് നരകം വിളിക്കുകയാണ്. നീ ആ വിളി നിന്റെ കാതിൽ കേൾക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹ് പറയുകയാണ്, അവൻ അതിന്റെ നരകത്തിന്റെ വിളി ഒരു നരകാവകാശിയുടെ ചെവിയിൽ കേൾക്കുമ്പോ അവൻ കിടന്ന് വിളിക്കാൻ തുടങ്ങും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ ഈ അട്ടഹാസം ദുനിയാവിൽ വെച്ചെന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കണ്ടവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കും, അല്ലാഹുവേ ഞാനിത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ, വള്ളക്കടവിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നരകത്തിന്റെ വിളി ഒരു പ്രാവശ്യം എന്റെ കാതിലൊന്ന് കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ നരകത്തിൽ കിടന്നവൻ വിളിക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ പറയും, എടാ ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ, ഇവിടെ കിടന്ന് ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ. ലാ തദുൽ യൗമ സുബൂറൻ വാഹിദാ വദഉ സുബൂറൻ കസീറാ. ഇന്നൊറ്റ ദിവസം നിലവിളിച്ചാ പോരാ, 1000 വട്ടം നിലവിളിച്ചാലും നരകം നിന്നെ വിടില്ലെന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആൻ. ഇത്ര ഭീകരമാണ് നരകം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ആ നരകത്തിന്റെ അടുക്കലേക്ക് ഞാൻ പോയി, ഇന്നന്നാറ അതിനൈത്തുമിന്നീ, ആ നരകത്തിന്റെ തീച്ചൂടുകൾ എന്റെ മുഖത്തെ കാഞ്ഞടിച്ചപ്പോ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമേ, അല്ലാഹ് കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആരംഭമേ അവലംബമേ, ഞാൻ നരകത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ ആ നരകത്തിന്റെ ഭീകരത ഞാൻ കണ്ടു. അതിന്റെ ചൂട് എന്റെ മുഖത്തോട്ടത് അടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ നരകത്തിന്റെ പുക വന്നപ്പോ അതെന്റെ മുഖത്ത് തട്ടാതെ ഞാൻ എന്റെ മുഖത്ത് നിന്ന് നരകത്തിന്റെ പുകയെ കൈകൊണ്ട് മെല്ലെ മെല്ലെ ആട്ടിയോടിച്ചെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്താ നരകം? അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നരകത്തിന്റെ പുക വന്നപ്പോ ഞാൻ അതിനെ ആട്ടിയോടിച്ചു സഹാബ. എനിക്ക് തന്നെ അതിന്റെ പുക സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തീ എന്തായിരിക്കും? ഇയാളെന്താ തുടക്കത്തിലെ നരകം പറഞ്ഞിട്ട് പേടിപ്പെടുത്തണം എന്നല്ല, ഈ രണ്ടല്ലാതെ ജീവിതത്തിൽ ഇനി മാറാനൊന്നുമില്ല. ഈ നാട്ടിൽ അതേ പറയാവൂ, ഏത് നാട്ടിലും. കാരണം വഴിതെറ്റി നടക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം ആ ജനതയുടെ മുന്നിൽ മാറ്റത്തിന്റെ ഒരു തിരി കൊളുത്തണമെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള പേടിക്കും സ്വർഗത്തെക്കുറിച്ചുള്ള ആശയ്ക്കുമേ കഴിയും. അല്ലാതെ ഈ ഭൂമിയിലെ എന്ത് ലാഭം പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കള്ളു കുടിച്ച് മദ്യപിച്ച് മതോന്മത്തനായി കിടക്കുന്ന ഒരുത്തനോട് നീ കള്ളു കുടിക്കരുത് എന്ന് പറയാൻ അവനോട് ഭൂമിയിലെ ഏത് ലാഭമാ പറയുക? നീ ഇനി മുതൽ കള്ളു കുടിക്കാതിരുന്നാൽ ജമാഅത്തിന്റെ വകയായിട്ട് നിനക്ക് ഒരു ദിവസം 100 വെച്ച് തരാന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല. നീ കള്ളു കുടിക്കാതിരുന്നാൽ ഞങ്ങളെല്ലാവരും കൂടി നിനക്ക് ഒരു ദിവസം 250 റുപ്യ വെച്ച് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഏതൊരു അധർമ്മത്തിൽ നടക്കുന്ന മനുഷ്യനോടും അവനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയാൻ അവനോട് കഴിയുന്നത്, നീ മദ്യപാനിയായാൽ നാളെ നരകത്തിൽ രക്ഷിച്ച, നീ മദ്യപാനം ഉപേക്ഷിച്ചാൽ നാളെ നിന്റെ സ്വർഗത്തിലെ രക്ഷ. ഇത് രണ്ടും പറഞ്ഞിട്ടല്ലാതെ ലോകത്തൊരു മനുഷ്യനെയും മാറ്റാൻ കഴിയില്ല. അത് കേട്ടപ്പോഴും അതറിഞ്ഞപ്പോഴുമാണ് മനുഷ്യൻ മാറിയത്. ആ നരകത്തിൽ പോകുന്നതിന് 31 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കഴിയുന്നത് പോലെ പറയാം സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ. അള്ളാഹു എല്ലാ കാര്യങ്ങളും മാറ്റി അള്ളാഹിന്റെ സ്വർഗത്തിന്റെ അവകാശിയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നരകം ഭയാനകരമാണ്. യദ്ഊന വൈലൻ യദ്ഊന സുബൂറ. ഓരോ ദിവസം രാവിലെയും വൈകുന്നേരവും നരകത്തെ നിലവിളിച്ചോണ്ടേയിരിക്കും, അട്ടഹസിക്കും. എവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? ഇവിടെയുള്ള ഒത്തിരി പേരത് കേൾക്കും. ഓരോ നാട്ടിലും നരകത്തിലോട്ട് പോകാൻ അവകാശികളായ എത്രയെത്രയോ ആളുകൾ. ഈ ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതയാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒരു മണ്ണിൻ്റെ അടിയിലാണ്. അവിടെ നിന്ന് പിന്നെ പരലോകത്തിലേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സബലം ഈ യാത്ര നമുക്ക് തുടങ്ങാം ഇവിടെ വെച്ച്. ജീവിതമേ ഒരു യാത്രയാണ്. ജീവിതം ഒരു വല്ലാത്ത യാത്രയാണ്. ജീവിതമേ ഒരു യാത്ര. ഇങ്ങനെ ഓരോ കാലടി മുമ്പോട്ട് പോകുമ്പോഴും ആയുസ് പുറകോട്ട് പോവുകയാണ്. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ജീവിതത്തിൽ 2 യാത്രയാണ് നടക്കുന്നത്. ഒരു കാല് മുമ്പോട്ട് വെക്കുമ്പോൾ പരലോകത്തേക്കുള്ള യാത്ര കൂടുന്നു,
അതേപോലെ ആയുസ്സിലേക്കുള്ള യാത്ര കുറയുകയും ചെയ്യും. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ അത്രയും സമയം ആയുസ്സിൽ നിന്ന് കുറഞ്ഞെന്നാണ്. ഈ ജീവിതമേ ഒരു യാത്രയാണ്, വല്ലാത്ത യാത്ര. ഗർഭാശയം വീട്ടത് മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. ഗർഭാശയം വീട്ടത് മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. തഴവ ഉസ്താദ്, എന്താ ഈ മനുഷ്യൻ? ആരായി മനുഷ്യനെന്നറിയോ? ഇങ്ങനെയൊക്കെ ജീവിക്കണം. മരിച്ചാൽ പൊതിയാനുള്ള കഫൻ തുണിയും ചുരുട്ടി തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ എവിടെ? മക്കയിലല്ല, മദീനയിലല്ല, കൊല്ലം ജില്ലയിൽ. മക്കയിലെയും മദീനയിലെയും സഹാബത്തിന്റെ കഥയല്ല, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തടവയിൽ ജീവിച്ചിരുന്ന മഹാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വാക്കാണിത്. ഞാൻ പൂന്തറ വാള് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പൂന്തറ വാള് പറഞ്ഞ വാള് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയ ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ ഒരാൾ പറഞ്ഞു, കണ്ട ഇത്രയും ആള് കൂടിയുണ്ട് അങ്ങനെ പ്രസംഗം കേൾക്കാൻ. അപ്പോൾ അടുത്ത ആള് പറഞ്ഞു, അയാൾക്ക് സഹിക്കില്ലേ, സത്യം കണ്ടാൽ സഹിക്കില്ലല്ലോ. കൊള്ളാം, പ്രസംഗമൊക്കെ നല്ല പ്രസംഗം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നതിന് അത് വേണ്ട. ഈ വിവരമില്ലാത്തൊരിത് എന്താണ് തിരിച്ചറിയാൻ കഴിയേണ്ടത്? ഈ അറബി ബൈത്ത് പാടുമല്ലോ, അറബി ഭാഷയെന്ന് കേൾക്കുന്നതേ അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്ത് ഇത് മുഴുവനും ഉണ്ടായത് ഈ അറബി ഭാഷയിൽ നിന്നാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലുണ്ടായിരുന്നു മക്കയിലൊരു വലിയ പ്രധാനപ്പെട്ട കവി. തഴവാ ഉസ്താദിന്റെ ബൈത്ത് പറഞ്ഞിട്ട് അതിലൂടെ ഞാൻ മറ്റൊന്ന് പറയുകയാണ്. ഒരു വല്ലാത്ത കവി, മക്ക മുഴുവനും കവിത പാടി നടന്ന കാലം, സാഹിത്യ സാമ്രാട്ടുകൾ നടന്ന കാലം, ആ കാലഘട്ടത്തിലെ കവിയായിരുന്നു ലബീദ്. ആ ലബീദിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്ദഖു കലിമത്തിന് കാലഹശായിറു കലിമത്തു ലബീദ്. ലോകത്ത് എത്രയോ കവികൾ പാട്ട് പാടിയിട്ടുണ്ട്, എത്രയാളുകളെ കവിത പാടിയിട്ടുണ്ട്. പാടിയ കവിതയിൽ ഏറ്റവും നല്ല കവിത റസൂലുള്ള പറഞ്ഞതാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പാടിയ കവിതകളിൽ ഏറ്റവും നല്ല അറബി കവിത ഏതെന്നറിയോ? അത് ലബീദ് പാടിയ കവിതയാണ്. ലബീദ് പാടിയ കവിത ഏതെന്നറിയോ? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അലാ, നിങ്ങൾ അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹുവല്ലാതെ ലോകത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നശിച്ചു പോകും, അല്ലാഹു മാത്രം നശിക്കുന്നതല്ല. വകുല്ലു നഈമിൻ, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്നതാണ്, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്ന സൗഭാഗ്യമാ. ഈ ദുനിയാവിലെ ഏത് സൗഭാഗ്യവും നീങ്ങി പോകുന്ന സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, നിലനിൽക്കുന്നത് അള്ളയിലുള്ള വിശ്വാസം മാത്രമാണ്. ഇത് കേട്ട റസൂലുള്ള പറഞ്ഞു, ലബീദേ, നീ പറഞ്ഞതാണ് ശരി. അല്ലാഹുവിന്റെ റസൂൽ പോലും ശരി വെച്ച് പറഞ്ഞു പോയ വല്ലാത്ത കവിത. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം എന്തിനാണ് സഹോദരങ്ങളെ? ഈ ഭൂമിക്ക് വേണ്ടി കെട്ടിപ്പിടിച്ചിട്ടൊരു ജീവിതം. ഈ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയുടെ നടുവിൽ നഷ്ടപ്പെടുന്നത് ഓരോരുത്തരാണ്. ഉപ്പ നഷ്ടപ്പെട്ടു പോയി, ഉമ്മ നഷ്ടപ്പെട്ടു പോയി, ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ഈ ജീവിതത്തിന്റെ യാത്രയിൽ വേറിട്ടൊരു യാത്രയ്ക്ക് തയ്യാറാവണം. എന്റെ ഈ വിഷയത്തിലോട്ട് ഞാൻ കടക്കട്ടെ, ഒരാമുഖത്തിലോട്ട് കടക്കട്ടെ. നമ്മളൊരു യാത്ര തുടങ്ങി. ഈ യാത്രയിൽ ഒരു വേറിട്ടൊരു യാത്ര. ഏകാന്തപതികനായി നടക്കണം, ഒറ്റയാനായിട്ട് നടക്കണം. ഈ ജീവിതയാത്രയിൽ മാറി നടക്കാൻ കഴിയുന്നൊരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയണം. എല്ലാവരും നടക്കട്ടെ, അവര് ബാറുകളിൽ ഇരിക്കട്ടെ, അവര് വൈകുന്നേരങ്ങളിൽ ചവിട്ടുവീണ്ട് ചീട്ടുകളങ്ങളിൽ ഇരിക്കട്ടെ. പൊന്നു ചെറുപ്പക്കാരാ, നിനക്കൊരു യാത്രയുണ്ട്, വേറിട്ടൊരു യാത്രയുണ്ടാകണം. എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്ത്, ആർക്കും ആരെയും വേണ്ടാത്ത ലോകത്ത്, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട, എവിടെയാണോ ലാഭമുള്ളത് ആ ലാഭത്തിന് മാത്രം കൊതിച്ചിട്ട് ജീവിക്കുമ്പോ, ഇന്നലെ രാവിലെ നിങ്ങൾ പത്രം കണ്ടോ? സ്വന്തം ഭർത്താവ് വൃക്ക വിറ്റിട്ട് വെച്ച 4 ലക്ഷം രൂപ ബാങ്കിന്റെ ഡിപ്പോസിറ്റിലിട്ടു. ആ പൈസയും എടുത്തിട്ടാണ് പ്രിയപ്പെട്ട ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ആ ഭർത്താവ് അധ്വാനിച്ചതല്ല. ഇതെന്തോ ഒരു ലോകമാണ്. സൈഫുദ്ദീൻ ഹാജി പറഞ്ഞതുപോലെ, കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല കേൾക്കുന്നത്,
സ്വന്തം ഭർത്താവിന്റെ സ്വന്തം കഴുത്തിന് താലി കെട്ടിയവന്റെ വൃക്ക വിറ്റ 4 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അതും എടുത്തിട്ടാണ് ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ഭർത്താവ് നോക്കുമ്പോൾ ആകെയുള്ള വൃക്കയും പോയി, താലി കെട്ടിയ പെണ്ണും പോകുന്നു. അവന്റെ മുമ്പിൽ ഒറ്റ വടിയേയുള്ള മൂർച്ചയുള്ള വാക്കത്തി തന്നെ ആയുധം. പാതിരാ സമയത്തുറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിന്റെ മനസ്സിൽ ഈ ഭൂമിയിൽ സുഖിക്കാൻ തോന്നിയപ്പോ അത് ഭർത്താവിനെ കുടിച്ചിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവന്റെ വൃക്ക വിറ്റ പൈസയാണെങ്കിലും വേണ്ടില്ല, മറ്റൊരുത്തന്റെ കിടപ്പറയിലെ ചൂടും ചൂരും അനുഭവിക്കണമെന്ന് ഒരു പെണ്ണ് നരകത്തിന്റെ വഴി തെരഞ്ഞെടുത്തപ്പോ അവിടെ നഷ്ടപ്പെട്ടു പോയതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ 2 പെൺകുട്ടികൾ, 11 വയസ്സും 14 വയസ്സുമുള്ള അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും മയങ്ങിക്കിടക്കുന്ന 2 മക്കളെയും വെട്ടിക്കൊന്ന് ഭാര്യയുടെ തല വെട്ടിയെടുത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇന്നലെ കോട്ടയം ജില്ലയിൽ. എന്തോ ഒരു ലോകമാണിത്. ആർക്കു വേണ്ടി ജീവിക്കുന്നു നാം? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമില്ലാ മഹാലത സായിലു. എല്ലാ സൗഭാഗ്യവും നീങ്ങിപ്പോകുന്ന സൗഭാഗ്യം. ഈ യാത്ര വല്ലാത്ത യാത്രയാണ്. ജീവിതത്തിന്റെ യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാം കെട്ടിപ്പിടിക്കുമ്പോ നഷ്ടപ്പെടുന്നത് ഭാര്യയും മക്കളുമാണ്. ഭാര്യക്ക് തോന്നി വൃക്ക വിറ്റ പൈസ 4 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു. അവളത് ഡിപ്പോസിറ്റ് പിൻവലിച്ചു, വേറൊരുത്തന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടതോ 2 നിഷ്കളങ്കമായ ബാല്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കു വേണ്ടി? ആ പാവപ്പെട്ടവൻ തന്റെ ഭാര്യക്കും മക്കൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അവന്റെ ഉള്ള വൃക്ക കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളീൻ, ലോകത്തൊരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയോ? ലോകത്ത് എന്റെ പൊന്നു ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കുകയും, എന്റെ പൊന്നു ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കുകയും. അള്ളാഹു നല്ല മാറ്റം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ പൂന്തറയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വകളൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, വെളുത്ത് തുടുത്തിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ടറിയാം ഏറ്റവും നല്ല സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലെയാണ്. എല്ലാവരും തുക്കി തിരക്കൊക്കെ കൂട്ടി മുസാവത്തൊക്കെ ചെയ്ത് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ ആ സ്റ്റേജിന്റെ ഭാഗത്ത് ഇങ്ങനെ മൂലയിൽ മാറി നിന്നു കുറേ നേരം. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ എൻ്റെ പുറകേ വന്നു. പൂന്തറ പുത്തമ്പള്ളിയുടെ ആ വലിയ ഗേറ്റിൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ചു, ഉസ്താദേ എൻ്റെ വീട് കുമാരപുരത്താണ്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. ഞാൻ ഇതിലെ വെറുതെ പോയതാ ബൈക്കിൽ. അപ്പോൾ പ്രസംഗം കേട്ടിട്ട് നിന്നതാ. ഇനി ഞാൻ മദ്യപിക്കൂല ഉസ്താദ്, ഇനി ഞാൻ കള്ളു കുടിക്കൂല. അവൻ പറഞ്ഞു, ഞാൻ കള്ളുകുടിയനാണ്, പക്ഷെ ഇനി ഞാൻ കുടിക്കൂല ഉസ്താദെ. ഞാൻ പൂന്തറ പുത്തപ്പള്ളിയിൽ കയറി ഇശാ നിസ്കരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കാരം മുടക്കൂല. ഞാൻ അവനോട് നിന്റെ നമ്പർ ഇങ്ങതാ. ഞാൻ നമ്പർ വെച്ച് ഇന്നലെ മിനിങ്ങാന്ന് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് കാസർഗോഡാണ്. ഞാൻ ഒരാഴ്ച കാസർഗോഡായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളിക്കും. എന്തിനാണെന്നറിയോ? രാവിലെ വിളിച്ചത് ഇവനൊരു ഭംഗി വാക്ക് പറഞ്ഞതാണോ? രാവിലെ ഏതായാലും വൈകുന്നേരം കുടിച്ചിട്ട് നന്നായിട്ട് കുടിച്ച് മത്തായിട്ട് കിടക്കണ ഒരാൾ രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകും ഇല്ലേ? എടുക്കൂല, അറിയില്ലേ? കഷ്ടമൊന്നും അറിഞ്ഞുകൂടാ. പാവങ്ങളിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകും. ഏതായാലും അവൻ ഫോൺ എടുക്കൂല എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റപ്പോൾ, വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്, ശനിയാഴ്ച രാവിലെ ഏറനാട് എക്സ്പ്രസ്സിന് ഞാൻ ഇവിടുന്ന് 3:30 ഞാൻ കാസർഗോഡ് പോയി. അന്ന് പകൽ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പ് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ തോന്നി ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അവനെ ഫോൺ അടിച്ചു. ഞാൻ നോക്കിയ അവൻ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഭാഗം നടത്തി ഒരാൾ പോരെ? 2 ദിവസം അവിടെ പ്രസംഗിച്ചതിന് പകരത്തെ ഒരൊറ്റ പ്രതിഫലം ഈ ഒരാൾ പോരെ? മതി. നല്ല പിന്നീട് ഇപ്പം എല്ലാ ദിവസവും എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ സുബൈക്ക് എഴുന്നേക്കുമ്പോൾ നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വകത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ നീ എന്ത് ചെയ്യണം? നാളെ മുതൽ സുബൈക്ക് നീ എന്നെ ഒന്ന് വിളിക്കണം. ഏതൊരു മനുഷ്യനെയും നന്നാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പറയും അവൻ പോക്കാം, അവൻ കുടിയൻ, അവൻ പോക്കാം, അവനെ എഴുതിത്തള്ളും നമ്മൾ. ഇനി അവൻ നന്നാവില്ല. അല്ല, സ്നേഹത്തോടെ സ്ഫുടം ചെയ്തെടുത്താൽ കുപ്പയിൽ നിന്ന് കിട്ടുന്ന മാണിക്യം കഴുകിയെടുത്താൽ അതിന് തിളക്കം കൂടും. അവർ പിന്നെ വിട്ടുപോകില്ല. എല്ലാം അറിയാവുന്നവന് പറയും, ഓ ഇതിനേക്കാൾ ഞാൻ കേട്ടിട്ടുണ്ടോ പറയും. ഒന്നും അറിയാത്തവൻ നന്നാകുമ്പോൾ അവനേക്കാൾ തിളക്കമുള്ള ഒന്ന് വേറെയില്ല. അതുകൊണ്ട് ആരെയും എഴുതിത്തള്ളാറായിട്ടില്ല. ഇപ്പം എല്ലാ ദിവസവും രാവിലെ അവൻ എഴുന്നേറ്റവൻ എന്നെ വിളിക്കും.
അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യും. 32 വയസ്സുണ്ട്. ഇത്രയും നാൾ മദ്യപിക്കാത്ത ഒരു ദിവസം അവൻ്റെ ആയുസ്സിലില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കബീർ ഉസ്താദിനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇവർക്ക് പണം കൊടുത്തിട്ട് വരുന്നതാണ്. ഈ കൽബിലെ സ്നേഹം അത് കൽബിലുള്ള വെളിച്ചത്തിൻ്റെ സ്നേഹമാണ്. അല്ലാത്ത ഒരു സ്നേഹം ഉണ്ടല്ലോ വാസുക, കൽബിലുള്ള ഒരു വെളിച്ചത്ത്, അല്ലാതെ ഇവരെ പൈസ കൊടുത്തിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ ഒന്നുമല്ല. ഈ കാണുന്ന ജനാരവം ഇതിൻ്റെ കൽബിൻ്റെ സ്നേഹമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ യാത്ര നരകത്തിലേക്കുള്ള ഈ യാത്രയല്ല. അതിന്റെ പുകപടലങ്ങൾ നമ്മുടെ മുഖത്തെ കരിവാളിച്ച ഒരു യാത്രയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നന്മകളുടെ വഴിയിലേക്ക് വേറിട്ട് നടക്കുന്ന ഒരു പുണ്യമായ യാത്രയുടെ അവകാശികളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പോ ഏതൊരു മനുഷ്യനും ഒരു സമയത്ത് മനസ്സിൽ തോന്നിയാൽ, ഒരു സമയത്ത് മനസ്സിലോട്ട് ഇറങ്ങിയാൽ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരാളെ. ആരാണ് ആ മനുഷ്യൻ? ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരായത്ത് കൽബിലോട്ടിറങ്ങിയാൽ അതിനേക്കാൾ വലിയൊരു മാറ്റം വേറെ ഒന്നുമില്ല. ആരുമില്ലാതെ നിശബ്ദമായി കിടക്കുന്ന ഇതുപോലൊരു രാത്രി. ആ രാത്രിയിലാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് ഖലീഫയായിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ് തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ. തന്റെ പ്രജകൾ ഉറങ്ങുന്നുണ്ടോ? അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? രാത്രിയിൽ ഉറക്കമില്ലാത്ത ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് നിശയുടെ നിശബ്ദതയോടെ നടന്നു പോകുമ്പോ ആരുമില്ലാത്ത മരുഭൂമിയുടെ നടുവിൽ ഒരു കൊച്ചുകുടിൽ, ഒരു കർഷകന്റെ കൊച്ചുകുടിലാണ്. ആ കുടിലിരുന്നു കൊണ്ടൊരു കൊച്ചു കർഷകൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന ഉമർ അറിയാതെ കർഷകന്റെ ഖുർആൻ പാരായണം കേട്ടു. ആ ഖുർആൻ ഇരുന്നിട്ട് കർഷകൻ ഓതുകയാണ്. വത്തൂരി وكتاب مستور في رك منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع إن عذاب ربك لواقع. ഖുർആന്റെ ആയത്തുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നിറകളിക്കാൻ തുടങ്ങി. വത്തൂരി തൂരി സീനാ പർവ്വതത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വകിതാബിൻ മസ്തൂർ വിതറപ്പെട്ട ഈ ഗ്രന്ഥത്തെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഖുർആൻ ഓടുന്നു. ഉമർ റളിയല്ലാഹു തആല ഒട്ടകത്തെ പിടിച്ചു നിർത്തി അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോ ചുറ്റും ഭയാനകരമായ നിശബ്ദത. ഈ രാത്രിക്കും സഹോദരങ്ങളെ നിർണായകമായ പങ്കുണ്ട്. നിശാബ്ദമായ രാത്രി, ഒരു കുച്ചി വീടിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. ആ നിശാലമായ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടു. അവസാനം ആ ഗ്രാമീണൻ ഓതുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നിന്റെ അല്ലാഹുവിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു. നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ, നിന്റെ നരകം ഇതാ വരാൻ പോകുന്നു. നരകത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങുകയാണ്. യൗമ തമൂറു സമാഉ മൗറാ വതസീറു ജിബാലു സൈറാ. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ചെറുപ്പക്കാരാ. അന്ന് പർവ്വതങ്ങൾ പല കഷണങ്ങളായിട്ട് പൊടിക്കപ്പെടും. അന്ന് ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും. അന്നാണ് കളവാക്കിയവർക്ക് നാശമുണ്ടാകുന്നത്. നരകത്തെ കളവാക്കിയവർ, അഹമ്മദ് കബീർ ബാക്കവി നരകം രാവിലെയും വൈകുന്നേരവും നിലവിളിക്കുമെന്ന് പറയുമ്പോ ശാസ്ത്രത്തിന്റെ പുറന്തോടിന്റെ ഉള്ളിലിരുന്നിട്ട് കളിയാക്കിയവർ, അത് ഞങ്ങൾ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അന്ന് കളവാണെന്ന് പറഞ്ഞവർക്കാണ് സർവനാശം. അവരെന്തിനാണ് കളവാക്കിയത്? അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ.
പരലോകത്തെ കളവാക്കിയവർ, നരകത്തെ കളവാക്കിയവർ, സ്വർഗത്തെ കളവാക്കിയവർ, അന്നാണ് അവരെ അട്ടഹസിച്ച് നിലവിളിക്കുക. സഹോദരങ്ങളെ, നരകത്തെ കുറിക്കുന്ന ആയത്ത് കേട്ടപ്പോ ഒട്ടകപ്പുറത്തിരുന്ന ഉമർ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. ഉമറിന്റെ കാല് വിറച്ചു, ഉമറിന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കയ്യിൽ നിന്നറിയാതെ ഊർന്നു വീണുപോയി. ഇതേപോലെ വിശാലമായ നിശബ്ദതയുള്ള ഒരു രാത്രി, ഒരു ചീവീടിന്റെ മർമര ശബ്ദം പോലുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നരകമെന്ന വാക്ക് കേട്ടപ്പോ, അള്ളാന്റെ ശിക്ഷ എന്ന വാക്ക് കേട്ടപ്പോ ലോകത്തെ മുഴുവന് കിടുകിടാ വിറപ്പിച്ച ഖലീഫയുടെ കൈകൾ വിറച്ചു, ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ ഊർന്നു വീണു. ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വിങ്ങിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. അപ്പോഴും അദ്ദേഹം ഓതുകയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഈ ദുആ ഒരാൾ 7 പ്രാവശ്യം പറഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറയാൻ ഈ നാവുകൾക്ക് കഴിയുന്നില്ല, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ, നാളെ നരകം കത്തിക്കാളുന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാര് പേര് വിളിക്കുന്ന ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി. അല്ലാഹുവേ, ഉമറിന്റെ പേരെവിടെ? നരകത്തിന്റെ പേരിലോ അതല്ല സ്വർഗത്തിന്റെ പേരിലോ? പേടിച്ചു വിറച്ച് ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചാരി നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ? ആരാണ് ഉമർ? ഞാൻ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു. അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, റഅയ്തു ബിൽ ജന്നതി മക്തൂബൻ ബിസ്മി ഉമറ. ഉമറിന്റെ പേരെഴുതിയ ഒരു വാതിൽ ഞാൻ സ്വർഗത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു വിറച്ചു. വീണു പോകാതിരിക്കാൻ ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചേർന്ന് നിന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ല, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ മെല്ലെ മെല്ലെ നടന്നു. നേരെ പോയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് പുതച്ച് കിടന്നുപോയി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കലശലായ പനി പിടിച്ചു. ഏത് പനി എന്നറിയുമോ? നരകത്തിന്റെ ആയത്ത് കേട്ട ഉമറിന് കലശലായ പനി. 1 മാസം കഴിഞ്ഞിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. നരകത്തെ കുറിക്കുന്ന ഒരായത്ത് രാത്രിയിൽ കേട്ടപ്പോ അത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് മൂടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. ഉറക്കം വരുന്നില്ല, ഞെട്ടിയെഴുന്നേക്കുന്നു. ആ കിടപ്പിൽ നിന്നെഴുന്നേക്കാൻ 1 മാസം കഴിഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന് കിടുകിടാ വിറക്കുന്ന പനി മാറിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ ആയത്ത് ഓതുന്നുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുമ്പോ രണ്ടാമത്തെ ഖുത്ബയിൽ 3 പ്രാവശ്യം പറയും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. നമുക്ക് ഗൗരവമറിയാതെ താടയ്ക്ക് കൈയും കൊടുത്തിട്ട് കുനിഞ്ഞിരിക്കും. പക്ഷേ ആ സമയത്ത് ആമീൻ പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 പ്രാവശ്യം ഇത് പറയുന്നവൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പതിവായി പറഞ്ഞാൽ അല്ലാഹു നാളെ അവനെ നരകത്തിൽ നിന്ന് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 17 കാര്യങ്ങളുണ്ട്. ബാക്കി 16 നാളെ പറയാം. ഇത് 1. ഇത് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നരകത്തിലേക്കല്ലേ? നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക? ഒന്നിലും നമുക്കൊരു പേടിയില്ല, ഒന്നിലും ഒരു പേടിയില്ല.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവന് നരകം മേടിക്കാൻ ഒരു നിമിഷം മതി. എത്ര മുത്തക്കിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും നരകം മേടിക്കാൻ എത്ര സമയം മതി? ഒറ്റ സമയം മതി. പക്ഷെ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്. അഹമ്മദ് കബീർ വാക്കവിയുടെ വാള് കേൾക്കാൻ എല്ലായിടത്തും പാഞ്ഞ് നിങ്ങളെത്തും. പക്ഷെ ഞാൻ പറയുന്നു, പ്രതികൂലതയിൽ പിടിച്ചു നിൽക്കണം. ഇതേത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, ഏത് സമയത്തും വഴി തെറ്റാം. നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് നരകത്തിൽ പോകാൻ ഒരു നിമിഷം മതി. എപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്, അല്ലാഹുവിനെ വിശ്വാസമുള്ള മനുഷ്യൻ, അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യൻ, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്. അറിയാതെ എങ്ങാനും അവനൊരു വ്യഭിചാരത്തിലേക്ക് പോയാൽ, സഹോദരങ്ങളെ, അറിയാതെ എങ്ങാനും വ്യഭിചാരത്തിലേക്ക് പോയാൽ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിന് മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ, അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു, വഅദ് കേൾക്കാൻ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. സിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരു അന്യപെണ്ണിന്റെ അടുത്തവൻ കടപ്പുറ പങ്കിടുമ്പോ അല്ലാഹ് അപ്പോൾ അവന്റെ ഈമാൻ ഊരി മാറ്റിക്കളയും. ഈമാനുള്ളവനത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നേക്കാളേറെ നിങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രഭാഷകനായത് കൊണ്ടത് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും നബിയെ. കേൾക്കുന്നവർക്കതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചപ്പിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. വിഷം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിലെ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകനാരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നുപോയപ്പോ ഒരു പ്രാവശ്യം അവൻ പെട്ടെന്നൊന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു. പെടഞ്ഞു വീണിട്ട് അയാൾ എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ലോഡ്ജ് മുറിയിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിലായ ഒരാൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ, സഹോദരങ്ങളെ, ചാവക്കാടുകാരൻ സാദിഖെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് വ്യഭിചാരത്തിൽ അവന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം
ഹറാമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യത്തോടെ എത്തുന്നവരെ എപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ 10,000 പറ കണ്ടതും വെള്ളത്തിലാ. കടവാസ്താട് പറഞ്ഞതുപോലെ 10,000 പറ അമല് ചെയ്താലും അത് വെള്ളത്തിൽ എഴുതിയതുപോലെയാ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ലാ യസ്രിബു ശാരിബു ഹീന യസ്രിബു വഹുവ മുഅ്മിൻ. ഒരു കള്ളുകുടിയൻ കള്ളു കുടിക്കുമ്പോ ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ ആ സമയത്ത് കാഫിറാണ്. അവൻ ഈമാന്റെ ചൈതന്യമില്ല. ഈമാൻ ഒരു കുട പോലെ അവന്റെ തലയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരാള് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മദ്യപാനത്തിന്റെ ഇടയിലെങ്ങാനും മരിച്ചുപോയാ, മോനെ, സ്വർഗമുറപ്പാക്കിയവതിന് നരകം വാങ്ങിക്കാണൊറ്റ സമയം മതി. ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം, ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം. ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാര് നാളെ പരലോകത്തിന്റെ അഭിമാനമല്ലേ, അഹമ്മദ് കബീറിന്റെ വാക്കിന്റെ അഭിമാനമല്ലേ, പട്ടച്ചാരായം വീടിന്റെ ഉമ്മറത്തിരുന്ന് കോരി കുടിച്ച എത്രയോ ആളുകൾ ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നിറങ്ങാറ് ഈ വിനീതന്റെ വാക്ക് കേട്ട എത്രയോ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെയില്ലേ. പക്ഷേ പൊന്നുമോനെ, നിന്നെ പിശാചുക്കളും ആടി വിളിക്കുമ്പോ, അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ക്രിസ്മസ് എത്താൻ തുടങ്ങി, ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ തിരുവനന്തപുരത്ത് തുറക്കുന്ന സൺഡി ബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതില് മുസ്ലിം പള്ളിയുടെ വാതിലാ. കാരണം 5 മണിക്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുഅദ്ദിൻ വാതിൽ തുറന്നിട്ട് അകത്ത് കയറൂ. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതിൽ തുറക്കും എന്നാണ് അനുഭവസ്ഥവർ പറയുന്നത്. സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ്. എന്റെ കൽവിൽ തൊട്ടിട്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, എങ്ങാനും ആ സമയത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഇതെന്റെ വാണിങ് കൂടിയാണ്. പുതുവർഷത്തിലാണ് വ്യാജമദ്യം ഇറങ്ങുന്നത്. വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കള്ള് ഷാപ്പിൽ ചത്തുവീടുന്ന എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളില് ഒരൊറ്റ ഷാപ്പില് 141 പേരാണ് കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പോ മരിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യസ്രിബു ശാരിബു ഹീന യസ്രിബു വഹുവ മുഅ്മിൻ. അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും മരിച്ചുപോയാ, പിന്നെ മോനെ, കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോൾ മരിച്ചില്ല, അന്ന് അല്ല ആയുസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ. ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലെങ്ങാനും നീ മരിച്ചുപോയാൽ, വീട്ടിൽ കള്ളു കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മമ്മാത മഗ്മൂസൽ ഖംരി സഖാഹുല്ലാഹു മിനൽ ഗൂത്ത്. ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ, മമ്മാത മഗ്മൂസൽ ഖംരി, ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ, അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കള്ളിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, സഖാഹുല്ലാഹു മിനൽ ഗൂത്ത്. അല്ലാഹു നാളെ അവനെ ഗൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാളെ അവനെ ഗൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, നബിയേ, മൽഗൂത്തത്തു യാ റസൂലല്ലാഹ്, മൽഗൂത്തത്തു യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഗൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, സഹാബാ, ഹിയ നഹറുൻ തഖ്റുജു മിൻ ഫുറൂജിൽ മുമിസാത്ത്. അഭിസാരികളായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് കൂത്ത്. നാളെ മദ്യപാനിക്കല്ല കൊടുക്കുന്നത് ഇത്രയും മോശമായ പാനീയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, അവന് സ്വർഗം നഷ്ടമായി. ഏത് മുത്തക്കൈക്കും ഒരു നിമിഷം കൊണ്ട് സ്വർഗം നഷ്ടമോ? അവൻ നരകത്തിന്റെ അവകാശിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വസിയത്തായിട്ട് പറയുക, പ്രലോഭനം തൊട്ടു മുമ്പിൽ. നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇരി വിളിക്കും, ന്യൂ ഇയർ ആയില്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും. ആളുകളെല്ലാവരും വിളിക്കും.
പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം, നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാര്, ഒന്ന് ആമീൻ പറയും ഉറക്കെ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 2 ദിവസം കൊണ്ട് എന്ത് പറയാനാണ്? ഇപ്പൊ തന്നെ സമയം ഒരു പരിവ്. എന്ത് പറയാനാണ്? ഒരിടത്തും ഒന്നും പറഞ്ഞെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണ് ഒരു ദുസ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ടങ്ങ് പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അള്ള തോന്നിപ്പിച്ചു. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആന്റെ മധുരം. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരും. ഏതായാലും കുറേ നാളായില്ലേ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂ ഇയറിന് കൂടിയാൽ അതോടെ തീർന്നു. ഇതേവരെ നീ സമ്പാദിച്ചതും ഇതേവരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സമ്മതിച്ചു കൊടുക്കും. കള്ളു കുടിക്കുന്നവൻ്റെ ഭാര്യ, എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബില്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും. കാരണം പരലോകത്ത് അനുഭവിക്കേണ്ട അദാബ് മുഴുവൻ അവരിവിടെ അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഭർത്താവിൻ്റെ കയ്യിൽ വന്നാൽ ഇടി ചവിട്ട്, അവൻ്റെ മക്കൾ. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വന്നു? മലയാളത്തിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന KPSCയുടെ ഒരു നാടകമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് ഭ്രാന്തൻ വലിയ ഭാരമുള്ള കല്ല് താടേന്ന് ഉരുട്ടി 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 വേർപ്പൊക്കെ വന്നാലും സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി. വൈകുന്നേരമാകും, സൂര്യൻ അസ്തമിക്കാറായി, രാവിലെ തുടങ്ങിയ പണിയാണ്. ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാറാണത്ത് ഭ്രാന്തൻ എന്ത് ചെയ്യുന്നറിയോ? അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും. എന്നിട്ട് ആ കല്ല് ഉരുട്ടി വരുന്ന കാണുമ്പോൾ നാറാണത്ത് ഭ്രാന്തൻ കൈവെട്ടിച്ചിരിക്കും. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ. ഏതാണ്ട് നാറാണത്ത് ഭ്രാന്തൻ കള്ളുകൂടിയന്മാരാണ്. ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരമാകും അതുകൊണ്ട് പോയി കള്ളു കുടിക്കും. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടിയും കലവും എല്ലാം അടിച്ചു പൊട്ടിക്കും. പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറിയും. ഭാര്യയുടെ വായിൽ ഇച്ചിരി കമത്തി കൊടുക്കും. ഇവൻ ആരാ? യഥാർത്ഥത്തിൽ ഇവൻ ആരാ? നാറാണത്ത് ഭ്രാന്തൻ. ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നത്. എന്തിനാ സഹോദരങ്ങളെ ഇത്? എന്തിനാ ഇത്രയും ശപിക്കപ്പെട്ട ഒന്ന്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെയാകണം. നരകത്തിന്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അതിനെന്ത് ചെയ്യണം? നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ? അള്ളാഹുടെ സ്വർഗത്തിന് അള്ള പറഞ്ഞ സ്വർഗം വിലയ്ക്ക് മേടിക്കണമെന്നാണ്. നരകത്തിന്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗം വിലയ്ക്ക് മേടിക്കും. സ്വർഗം വിലയ്ക്ക് മേടിക്കാൻ ആർക്കാ പറ്റുന്നത്? പസമികാസ് അറബിക്കടലിൻ്റെ മുകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന 18 നിലയുള്ള 2200 കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 4 മിനി തിയേറ്ററുകളിലുള്ള 2 ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ കഴിയുന്ന ഹെലിപ്പാഡുള്ള അറ്റ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുകേഷ് അംബാനിക്ക് പോലും പറ്റൂല. ലണ്ടനിലെ അറ്റ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിൻ്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത്. അതുപോലെ ഒന്നുണ്ടാക്കി. പക്ഷെ മുകേഷ് അംബാനിക്കും കെണിഞ്ഞു. എന്ത് പറ്റി? ജോത്സ്യം നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ നീ പോക്കാന്ന്. അംബാനി കയറിയില്ല. അംബാനി പാല് കാച്ചിയ വീട് ഇപ്പോഴും ഇതെല്ലാം അതേവരെ ജോത്സ്യന് ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതെല്ലാം പണിത് തീർന്ന് 2 ഹെലിപ്പാഡ് ഒരേ സമയത്ത് 2 ഹെലികോപ്റ്റർ ഇറങ്ങാം. 2200 കാറുകൾ സെല്ലുലാർ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ആ വീട് 2200 കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് നോക്കാൻ ജോത്സ്യൻ്റെ എടുക്കും. ജോത്സ്യം പറഞ്ഞു, നീ അതിനകത്ത് കയറിയ നിന്റെ ശനിദശയാണ് പോയി. എവിടെ പോലെ വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോൾ ഖുർആൻ ഓതാൻ അവിടെ പോണ മാതിരി. എവിടെ പോണ മാതിരി ഞാൻ പറയണോ? അവരെവിടെ പോണ മാതിരി ഖുർആൻ ഓതനാരാ?
എടാ ഒരു മുസ്ലിം ഓതി ഊതിയ അതൊരു ശിഫ അപ്പം തന്നെ ഉണ്ട് അവന്റെ ഈമാന്റെ പേരിൽ. പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈവച്ചിട്ട് കുല്യാനാറ് കൂരി ഭരതം സലാമൻ അല ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഅ്മിൻ ഓതിയാൽ അതിന് ശിഫയുണ്ട്. ഇത്ര വിവരം കെട്ടവരായി പോയി. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ലോകത്തെല്ലാം അങ്ങനെയാണ്, ലോകത്തെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി, ഒരു ഹോമിയോ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ? അത് തേച്ചാൽ കഷണ്ടി മാറും. കഷണ്ടി ഉണ്ടാവില്ല. കഷണ്ടി ഉള്ളവർക്ക് മുടി പോലും. ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി, ഇയാൾക്ക് 2 ഇയർഫോൺ വെച്ചിട്ടുണ്ട്, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഡോക്ടർ, ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു, ഞങ്ങളുടെ കഷണ്ടി മാറുമോ? 99% മാറും, 1% ദൈവത്തിനുണ്ട്. ഏതാണ്ട് ഒരു 60% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് കട്ടിയും അടുത്തത്. അപ്പോൾ അടുത്ത കോള് ഞാൻ മുമ്പിൽ ഇരിക്കുകയാണ്, അയാൾക്ക് ഫോൺ ഒഴിവാക്കുക, കാരണം കസ്റ്റമേഴ്സ് വിളിക്കുകയാണ്. ഇവിടെ ഇത്രയും ആളുകളുടെ കഷണ്ടി മാറിയിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ, നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും. എത്ര മാറൂല എന്ന് പറഞ്ഞാൽ കഷണ്ടി മാറും. ഞാൻ നോക്കി ഡോക്ടർ ഫുള്ള് കഷണ്ടിയാണ്. ഈ പറയണ ഡോക്ടർ ഏറ്റവും ഫുള്ള് കഷണ്ടിയാണ്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ്. ഒരിക്കൽ ഞാൻ കുറേ വാതിൽ നടക്കുന്ന സമയം എവിടെ നിന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു. മൂക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. ഡോക്ടറെ കാണാൻ പോയി. കൊല്ലത്തൊരു വലിയ ENT ഡോക്ടറുണ്ട്. പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ. 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ ടവല് മുഴുവൻ നനഞ്ഞ് മൂക്കൊലിച്ചൊലിച്ച്. അവസാനം 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കയറി. ഞാൻ വാതിലകത്ത് കയറി. ഡോക്ടർ ചോദിച്ചു എന്താ രോഗം? പറയാൻ പോയപ്പോൾ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടയ്ക്കുന്നു. അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞാനിപ്പോൾ എന്ത് രോഗത്തിനാ മരുന്ന് പറയുക? എന്ത് രോഗത്തിനാ മറുപടി? ഞാൻ ഡോക്ടർ ഇതേ രോഗത്തിനാണ് ഞാൻ മരുന്ന് മേടിക്കാവുന്ന, ഡോക്ടറുടെ രോഗം തന്നെ. അയാൾ ഇതിന് മരുന്നില്ല, ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന്. ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോവുക, ഇത് തന്നെയാണ് അതിൻ്റെ മരുന്ന്, അല്ലാതെ വേറൊരു മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബദ്ധജടിലമായ ചില വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നിരക്കാത്ത ചില വിശ്വാസങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിന്റെ ഏത് ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂല. പക്ഷെ അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാം 2 കാര്യങ്ങളുണ്ടെങ്കിൽ. നരകത്തിന്റെ പാതയിൽ നിന്ന് മാറി നമുക്ക് ഇങ്ങോട്ട് കടക്കാം. പക്ഷെ അതിന് നരകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവിധ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നരകം എന്ന് പറയുന്ന കത്തിക്കാളുന്ന ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിന് ഞാൻ വിലയിട്ട് തരാം, നിങ്ങൾ മേടിക്കുമോ? സാധാരണ വാതിലിന്റെ സ്ഥലത്ത് ആപ്പിള് സംസമൊക്കെയാണ് വിലയിട്ട് കൊടുക്കുന്നത്. ഇവിടെ സാധാരണ വാതിന് ഞാൻ ഒരു ചെറിയ കുപ്പിത്തേന് 75,000 രൂപയ്ക്ക് ലേലം വിളിച്ചിട്ടുണ്ട്. അതോട് ചെറിയ കുപ്പിത്തേന്. സാധാരണ വാതിലിന്റെ സദസ്സിൽ മുട്ട, ആപ്പിള്, സംസം ഇതൊക്കെ കൊടുക്കാറുണ്ട്. അതിന് ബറക്കത്തൊക്കെ ഉണ്ട്, ആരും നിഷേധിച്ചാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊന്ന് മാറാം, സ്വർഗത്തിന് വിലയിടാം. മേടിക്കാൻ തയ്യാറാണോ? ഉറപ്പാണല്ല. ഖുർആൻ ഞാൻ വിലയിട്ടതല്ല, അല്ല വിലയിടാണ് ഖുർആൻ. എത്ര സുന്ദരമായ ആയത്തെന്നറിയാവും. ആയത്തൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ആ ആയത്ത് എത്ര സുന്ദരമെന്നറിയാവും. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا بالتوراة والإنجيل بالقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം
സത്യവിശ്വാസികളോട് വിലയ്ക്ക് വാങ്ങുകയാണ്. സത്യവിശ്വാസികളോട് അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗത്തിന് വിലയിടുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ഞാൻ തരാം, പകരം നിങ്ങൾ തരേണ്ടതെന്നാ അംബുസഹും അംബാലഹും, നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ സ്വന്തം സമ്പത്തും പകരം കൊടുക്കുമോ? ബിഅന്നലഹുമുൽ ജന്ന, അല്ലാഹു പകരം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് സ്വർഗത്തിന് വിലയിടുക. അല്ലാഹ് പറയുന്നു ഇന്നല്ലാഹ അഷ്തറ. ഇവിടെ നോക്കി, ഞാൻ പറയുന്ന ഖുർആനാണ്, മനസ്സിലാകണം. ഇന്നല്ലാഹ അഷ്തറ, ഇന്നല്ലാഹ അഷ്തറ. ഇഷ്തറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിലയ്ക്ക് വാങ്ങിക്കുക. അല്ലാഹ് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അല്ലാഹ് അങ്ങോട്ട് തരും സ്വർഗം, ഇങ്ങോട്ട് തിരിച്ചെന്താ? പണ്ടൊരു ബാർട്ടർ സമ്പ്രദായമുണ്ട്. അരിയും മുളകും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് പഞ്ചസാര വേണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. പണ്ടത്തെ ക്രയവിക്രയം അങ്ങനെയാണ്, നാണയം ഇറങ്ങുന്നതിന് മുമ്പ്. ഇവിടെ അല്ലാഹ് പറയാണ്, ഖുർആൻ സൂറത്ത് തൗബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, പകരം നിങ്ങൾ എന്ത് തരണം? പകരം നിങ്ങൾ എന്ത് തരണം? ഇസ്തറാമിനൽ മുഅ്മിനീന അംഫുസഹും, സ്വന്തം ശരീരം, അംബാലഹും, സമ്പത്ത്. ശരീരവും കൊടുക്കണം, ഈ ശരീരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും കൊടുക്കണം. ആരൊക്കെയുണ്ട് തയ്യാർ? ശരീരം കൊടുക്കാൻ തയ്യാറുണ്ടോ? രാവിലെയും ഒരു വൈകുന്നേരം വരെ നന്നായിട്ട് തേച്ച് മിനുക്കി യാർലിയുടെ പൗഡറൊക്കെ ഇട്ട് സഹോദരിമാർ തയ്യാറുണ്ട്? ഇത്രയും നന്നായിട്ട് കാവേരിയും ഫേറാൻലൗലിയൊക്കെ തേച്ച് മുഖം മിനുക്കി വെച്ചിരിക്കുന്ന ഈ ശരീരം അള്ളാന്റെ ഇതേവരെ കാണാത്ത സ്വർഗത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ പറ്റുമോ? അംബുസകും, സ്വന്തം ശരീരത്തെ കൊടുക്കണം. കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം സൗരങ്ങളെ. പോയാ ദുനിയാവല്ലേ, കിട്ടിയാ സ്വർഗമല്ലേ. പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദുനിയാവല്ലേ. ആ ദുനിയാവിൽ എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കറിയാത്തത്? ആർക്കാ അറിയാവുന്നത്? സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോകത്തിൽ നിന്ന് ജീവിതം പോകുമ്പോ ഈ ശരീരമാണ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം, അതിന് പകരം വെക്കാം. വേറെന്താ ഉള്ളത്? ഈ ദുനിയാവ് നഷ്ടപ്പെടുന്നതല്ലേ, സ്വപ്നങ്ങളെല്ലാം തകർന്ന് ചാമ്പാരമാകുന്നതല്ലേ, കൂമ്പാരമാകുന്നതല്ലേ. നിൽക്കടിച്ചിടേ ചോദ്യം, ഈ ദുനിയാവിൽ സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുമ്പോ ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. സഹോദരങ്ങളെ, ഈ കേരളത്തിന്റെ ഇങ്ങേറ്റത്തൊരു വിമാനത്താവളം, ഇതിന്റെ അങ്ങേറ്റത്ത് മറ്റൊരു വിമാനത്താവളമുണ്ട്, മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞാൻ പോയിറങ്ങുന്നത് അവിടെയാണ്, വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ ബോട്ടില് ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു. അങ്ങകലെ ദുബൈയിൽ നിന്ന് വരുന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ, തന്റെ മകനെ കാണാൻ എന്റെ സഹോദരങ്ങളെ വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ദുബൈയിൽ നിന്ന് വിമാനം പൊങ്ങിയുയർന്നു മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിലേക്ക് മക്കള് കാത്തു നിൽക്കുന്നു. 5 വർഷമായി കടന്നുപോയ ഉപ്പയെ കാത്ത്, ഉമ്മയെ കാത്ത്, വാപ്പയെ കാത്ത്, കൺമണികളെ കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വാജ്പേയി വിമാനത്താവളത്തിന്റെ മംഗലാപുരം വിമാനാപകടം നടക്കുമ്പോ എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പറയണമെന്ന് കരുതിയതല്ല. ഈ എയർപോർട്ടിന്റെ കത്തിക്കിളക്കുന്ന അഞ്ഞവിളക്ക് കാണുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ 6 വയസ്സുള്ള വാജ്പേയി വിമാനത്താവളത്തിൽ 6 വയസ്സുള്ള മോൻ കാത്തു നിൽക്കുന്നു. വാപ്പ ഇതേവരെ ആ മകനെ കണ്ടിട്ടില്ല. ഉമ്മ പ്രസവിച്ചത് വാപ്പ പോയി 3 മാസത്തിന് ശേഷം. കൺമണിയെ കണ്ടിട്ടില്ല. 6 വയസ്സുള്ള മോൻ ഇതേവരെ കാണാത്ത വാപ്പയെ കാത്തു നിൽക്കുന്നു. അതല്ല ഏറ്റവും വലിയ പ്രശ്നം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കാത്തു നിൽക്കുകയാണ് തന്റെ വാപ്പയെ. 21 വയസ്സിന്റെ ഇടയിൽ അവന്റെ വാപ്പയെ കണ്ടിട്ടില്ല, അവന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. അവന്റെ ഉപ്പയുടെ മുഖം എന്തെന്നറിയില്ല. ഉമ്മ പറഞ്ഞു, നല്ല വെളുത്ത മുഖമുള്ള ഉപ്പ, കട്ടിമീശയുള്ള ഉപ്പ, കാണാൻ സുന്ദരനായ ഉപ്പ. 21 വർഷക്കാലമായി ആ പൊന്നുമോൻ തന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ഭാര്യ ഗർഭിണിയായതിനു ശേഷം ദുബൈയിലെ പണകാരുണ്യത്തിലേക്ക് പാടുപെടാൻ പോയ ഒരു മനുഷ്യന് 21 വർഷം അയാൾ ദുബൈയിൽ കുടുങ്ങിക്കിടന്നു.
അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. 21 വർഷത്തിന് ശേഷമാണ് വിസ ശരിയാക്കി വരുന്നത്. സഹോദരങ്ങളെ, അറബിയുടെ ഒട്ടകങ്ങളെ മേച്ച് നടന്ന ജീവിതത്തിന്റെ യാതനകൾ കടന്നുപോയ മനുഷ്യന് ഗൾഫ് മലയാളികളുടെ ജീവിതം ഘട്ടമാണ്, പ്രവാസികളുടെ ജീവിതം ഘട്ടമാണ്. അത് അടുത്തറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവർക്കെതിരെ നന്ദികേട് കാണിക്കാറുണ്ട്. അല്ലാഹു ഗൾഫിൽ കെട്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഈ നാട്ടുകാരുണ്ട്. എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്ന എത്രയോ സഹോദരങ്ങൾ. അല്ലാഹു അവരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 21 വയസ്സായ മകൻ ഉപ്പയെയും കാത്തിരിക്കുമ്പോ 21 വയസ്സായ തന്റെ മകനെ കാണാൻ വാപ്പ കാത്തിരിക്കുന്നു. ശൂന്യാകാശത്തിന്റെ വിമാനത്ത് മകൻ കാത്തു നിൽക്കുന്ന എയർപോർട്ടിന്റെ മുറ്റത്ത് വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിൽ വിമാനമെത്തി. എല്ലാവരും താടക്കന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. പക്ഷേ സഹോദരങ്ങളെ റൺവേ കാണുമ്പോൾ ആ ഉപ്പയുടെ മനസ്സ് തുടികൊട്ടുകയല്ലേ. എന്റെ 21 വർഷം കഴിഞ്ഞ് എന്റെ നാട് കാണാൻ പോകുന്നു, എന്റെ ഭാര്യയെ കാണുന്നു, എന്റെ കൺമണിയുടെ മുഖം കാണാൻ പോകുന്നു. പക്ഷേ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിലെത്തുമ്പോ പെട്ടെന്ന് എവിടെയോ ഒരു അഗ്നിസ്ഫുലിംഗം ചിതറുന്നത് പോലെ, എവിടെയോ ഒരു തീപിടുത്തം പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ, ശൂന്യാകാശത്തിലൊരു വിമാനം കത്തിയെറിയുമ്പോ 21 വർഷമായിട്ട് കാണാത്ത വാപ്പ ആകാശത്തൊരു കരിക്കട്ടയായിട്ട് ചെറുന്ന് വീഴുമ്പോ അപ്പുറം നിൽക്കുന്ന മകനറിയുന്നില്ല തന്റെ വാപ്പ കത്തിക്കരിയുകയാണെന്ന്. വാപ്പയെയും കാത്തിരിക്കുന്ന ഓമന മകനറിയുന്നില്ല തന്റെ വാപ്പ അവിടെ കിടന്ന് കത്തിക്കരിയുകയാണെന്ന്. കുറെ നേരം കഴിഞ്ഞ് ഓടിച്ചെല്ലുമ്പോ അവരെല്ലാവരും കാണുന്നത് നല്ല വെളുവെളുത്ത മുഖമുള്ള കട്ടിമീശയുള്ള ഉപ്പ എന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ഉമ്മ പറഞ്ഞ ഉപ്പയെ കാണാൻ പോകുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ഒരു കരിക്കട്ട മാത്രമാണ്. ഈ ജീവിതം വല്ലാതെ ക്ഷണികമാണ് സഹോദരാ, ഈ ദുനിയാവ് വല്ലാത്ത ക്ഷണികമാണ്. എല്ലാ കൊട്ടാരങ്ങളും കെട്ടിപ്പൊക്കുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഈ യാത്ര, നാം തുടങ്ങിയ ഈ ജീവിതയാത്ര ഏറ്റവും ക്ഷണികമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. പാന്തർപെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, എവിടെയോ ഒരുമിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം രാത്രിയിലെ വിട പറയുന്ന രണ്ട് അന്വേഷകരെ പോലെ, രണ്ട് സഞ്ചാരികളെ പോലെയാണ് ലോകം. അവിടെയാണല്ല പറയുന്നത്, ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ, ഈ ദുനിയാവിന് വേണ്ടി അവസാനിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ശരീരം എനിക്ക് തന്നുകൂടെ, ഞാൻ നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. അതുകൊണ്ടാണ് മണിയറയിൽ കിടന്ന സഹാബി പോലും ഓടിപ്പോയത്. അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മണിയറയിലെ സഹാബി പോലും മണിയറയുടെ പട്ടുമെത്തയോട് വിരസത പറഞ്ഞത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കുടൽമാലകൾ പിച്ച് ചീന്തപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുക്കുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വികലാംഗനായ ഒരു സഹാബി കടന്നു വരുന്നു. രണ്ട് കാല് കൊണ്ട് കഴിയാത്തവൻ, രണ്ട് കാല് കൊണ്ട് കഴിയാത്തവൻ, രണ്ട് കൈ കൊണ്ട് കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്യുന്ന കാലത്തെ കുറിച്ചല്ല. രണ്ട് കാലുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കാലം ചെയ്യുന്ന കഥ നിങ്ങളെ കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെന്നിട്ടുണ്ട്. പട്ടാപ്പകല് സഞ്ചരിച്ചു പോകുന്ന റെയിൽവേ കമ്പാർട്ടിൽ സ്വീകരിച്ച് നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന് റെയിൽവേ കമ്പാർട്ട്മെന്റിന് പട്ടാപ്പകല് വെളിച്ചത്തിന് കടന്നു പിടിച്ച് അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ മാനഭംഗം ചെയ്ത് ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞത് ഒന്നര കയ്യന്റെ കാലം. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്തു. പട്ടാപ്പകൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ റെയിൽവേ ട്രാക്കിൽ പീഡിപ്പിച്ച് വലിച്ചെറിഞ്ഞു. ആ ശപിക്കപ്പെട്ട ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ആ ലോകമാണ് നടക്കുന്നത്, ആ ലോകമാണ് നടക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ലോകം. ഞാൻ പറയുന്നത് വേറൊരു ചരിത്രമാണ്. കടികാരത്തിന്റെ സൂചി പുറകോട്ട് നടക്കട്ടെ. രണ്ട് കാല് കൊണ്ട് നേടാത്തത് ഒന്നര കാലം നേടിയ ചരിത്രം. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് തളർച്ച ബാധിച്ച കാലും പിടിച്ചുകൊണ്ട് ഏങ്ങി വരുന്നൊരു സഹാബി അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഓ നബിയെ, എനിക്കും യുദ്ധത്തിന് വരണം, എനിക്കും യുദ്ധപ്പറമ്പിൽ ഷഹീദാകണം, എനിക്കും സ്വർഗത്തിലേക്ക് പോകണം. അമ്രേ, വേണ്ട വേണ്ട, നിന്റെ ഒരു കാല്
സ്വാധീനമില്ലാത്ത കാലല്ലേ, ഒരു കാലിന് നിനക്ക് തളർച്ച ബാധിച്ചതല്ലേ? പറയല്ല നബിയേ, പറയല്ല നബിയേ. എല്ലാവരും 2 കാലി വെച്ച് സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോ ഈ അംർ ഇബ്നുൽ ജമൂഹ് 1.5 കാലും വെച്ച് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രാഞ്ചിയെങ്കിലും നടന്നു പോകണ്ട നബിയേ, നടന്നു പോകണ്ട നബിയേ. എല്ലാവരും 2 കാലിലോടുമ്പോ 1.5 കാലൻ ഓട്ടത്തിന് പുറകിലാകും. മത്സരം ഇവിടെയാണ് വേണ്ടത്, നരകത്തിന്റെ വടിയിലേക്ക് സഞ്ചരിക്കാനല്ല നബിയെ. 1.5 കാലിന് എങ്കിലും എനിക്ക് പോകണ്ട നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട അംറേ, ലൈസ അലൽ അഅമാ ഹറജും വലാ അലൽ അഅറജി ഹറജ് വലാ അലൽ മരീദി ഹറജ്. രോഗിക്കും വികലാംഗനും യുദ്ധത്തിന് പങ്കെടുക്കണമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാറി നിൽക്കാം. പക്ഷേ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് പടച്ചട്ടയണഞ്ഞ് യുദ്ധപ്പറമ്പിൽ പോയി. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. മയ്യത്തെടുത്ത് അംർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്തെടുത്ത് കുതിരപ്പുറത്ത് കയറ്റുമ്പോ കുതിര അനങ്ങുന്നില്ല, കുതിര അനങ്ങുന്നില്ല. ആ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നബിയെ അനങ്ങില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വികലാംഗനായ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. എന്റെ ഈ ശരീരം ജീവനോടെ എന്റെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കല്ലേ അല്ലാ. നമ്മൾ നേരെ തിരിച്ചിട്ടാണ് യാത്രക്കിറങ്ങുമ്പോ ദുആ ചെയ്യും. ഇന്ന അൻസൽനാഹു 3 പ്രാവശ്യം ഓതും, തിരിച്ചെത്തിക്കണേ അല്ലാ. അവര് പറഞ്ഞു, അല്ലാഹുവേ, ജീവനോടെ തിരിച്ചു വരരുത്, എന്റെ സ്വർഗം, എന്റെ സ്വർഗം, എന്റെ സ്വർഗം. അല്ലാഹ് ചോദിക്കുന്നു, നിന്റെ ശരീരം എനിക്കുതാ, അതിന് പകരം നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം. ജന്നാ, അള്ളാന്റെ സ്വർഗമല്ലേ നിനക്ക് കിട്ടുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ ഈ ശരീരം കൊടുത്തൂടെ? ഇനി നിങ്ങൾക്ക് പറ്റില്ല, ഓക്കെ ആയിക്കോട്ടെ. ഈ ശരീരം കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. എന്നാൽ ഈ ശരീരത്തിന് അംഫുസഹും എന്നതിന് വേറൊരു അർത്ഥമുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. അതൊന്ന് ചെയ്തൂടെ? എല്ലാവർക്കും പറ്റും. സ്വന്തം ശരീരത്തെ നമുക്ക് കോമിക്കാൻ ബുദ്ധിമുട്ട്. ശരി, ആയിക്കോട്ടെ. ഈ ശരീരം എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട്, സ്വർഗത്തിലേക്കെത്താൻ. ഞാൻ പറഞ്ഞുതരാം, ചെയ്യുമോ? ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസറൊന്നുമല്ല, എന്നോട് നിങ്ങളോടുമാണ്. അള്ളാഹു ബോധം നമുക്ക് നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അംഫുസഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്തോ ശംനാഥ്, നിർത്താൻ സമയമായോ? ശംനാഥ് സംഘാടകരിലൊരു നെടുന്തൂണാണ് ഈ 2-3 പേര്. അല്ല, നീ ഇങ്ങനെ നെഞ്ചും വിരിച്ചു വന്നപ്പോൾ എനിക്കൊരു പേടി. വള്ളക്കട വല്ലേ സ്ഥലം, അങ്ങനെ പലരും പേടി. പക്ഷെ വള്ളക്കട വന്ന നല്ല ഒരു വട്ടം ജനങ്ങൾ, സ്നേഹമുള്ള ഒരു ജനങ്ങൾ, അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ പാകമുള്ളൊരു ജനത കഴിയും, എല്ലാം കഴിയുന്നൊരു ജനത. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവാം, അത് ലോകത്തില്ലാത്ത എവിടെയുള്ള. അള്ളാന്റെ റസൂല് ജീവിച്ച മക്കയിലല്ലേ അബൂജഹലും ജീവിച്ചത്? അള്ളാന്റെ റസൂല് ജനിച്ച മക്കയിലല്ലേ അബൂജഹലും ജനിച്ചത്? എല്ലാവരും ഒരേപോലെ ആവോ? ഒരിടത്ത് നബിതങ്ങളുണ്ട്, മറുഭാഗത്ത് അബൂജഹലുണ്ടാവും. അത് മക്കയുടെ ചരിത്രം അതല്ലേ. പിന്നെന്തിനാ നമ്മളൊരു നാടിന് അവിടെ 4 നൊട്ടോറിയസ് ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവിടെ പോക്കാന്ന് നമ്മൾ വിലയിരുത്തുന്നത് എന്തിനാ? ആ നാട് നന്മയുടെ നാടാണ്. അള്ളാഹു ഏറ്റവും നല്ല നന്മ വിളയിക്കുന്നത് അങ്ങനത്തെ നാട്ടിലാണ്. അവിടെ വേണം വഅദ് പറയാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ വഅദ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ഈ വഅദ് അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ആക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്, അങ്ങനെ ആക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.